السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أحب الناس لي أمي ومن بالروح تفديني وكم من ليلة قامت على مهدي تغطيني نداء منك يا أمي. ബഹുമാന്യരായ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തെ കർമ്മോത്സുകരും കർമ്മധീരരുമായ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 4 ദിവസത്തെ വഅള് പരമ്പര ഇന്നലെ അതിന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി പ്രഭാഷണം നടത്തി. നമുക്കറിയാം, തികച്ചും അവിചാരിതമായി ആണ് ഇന്ന് ഞാൻ വന്ന് ചേർന്നിട്ടുള്ളത്. അത് പടച്ചവൻ്റെ ഒരു തീരുമാനമാണ്. പറയാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടവരുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് 2 ലോകത്തും അവർ നമുക്ക് ഗുണമുള്ളവരായി തീരാൻ ഉപര്യുക്തമായ നിലയിൽ, ആവശ്യമായ നിലയിൽ ഉള്ള ചില സംഗതികളുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അത് എണ്ണാൻ കഴിയില്ല. വാത്താക്കും മിമ്മ സഅൽതുമോ, നിങ്ങൾ ചോദിച്ചത് മുഴുവൻ അല്ലാഹു നൽകി. എന്നിട്ട് അവിടെ പറഞ്ഞു, വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഖുർആൻ. അത് വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ്. എത്രയാ നമ്മൾ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണുക എന്ന് ചോദിച്ചാൽ നമുക്കത് എണ്ണാൻ കഴിയില്ല. മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയ ഒരു സമ്മാനമാണ്. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ആ ദാമ്പത്യത്തിലെ വിടരുന്ന പൂക്കളാണ് മക്കൾ എന്ന് പറയുന്നത്. ആ പൂക്കളുടെ സൗരഭ്യവും സൗന്ദര്യവും ആസ്വാദനവുമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്, നിറവിസ്മയമുള്ളതാക്കുന്നത്. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഈ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കഥ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഏറെ വായിച്ചിട്ടുള്ള നബിയുടെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാം. ആ മഹത്തുക്കൾക്കൊക്കെ മക്കളില്ലാതെ കുറേ കാലം അല്ലാഹു പരീക്ഷിച്ചു. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു അത്. റബ്ബി ഇന്നി വഹനൽ അളമു മിന്നീ വഷ്തഅല റഅസു ശൈബാ, റബ്ബേ തല നരച്ചു പോയി, എല്ലുകൾ നുരുമ്പിപ്പോയി, പ്രായം വല്ലാതെ വർദ്ധിച്ചു പോയി. ആ നേരത്താണ് ഇവരുടെയൊക്കെ ദുആകൾ. പക്ഷേ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ അവർ നിരാശരായിരുന്നില്ല. അള്ളാഹു എപ്പോഴാണോ തരാൻ ഉദ്ദേശിക്കുന്നത് തരും. അവനോടുള്ള ചോദ്യത്തിൽ ഇവർ നിരാശരല്ല. അങ്ങനെ വാർദ്ധക്യകാലത്ത് അവർക്ക് അള്ളാഹു മക്കളെ കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത് കാണാമല്ലോ. നബിക്ക് 7 മക്കളെ അള്ളാഹു കൊടുത്തത്. ആ 7 മക്കളെയൊക്കെ ഓരോ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അള്ളാഹു തിരിച്ചു വിളിക്കുന്നതാ കാണുന്നത്. അബ്ദുള്ളയുടെ വിയോഗം,
ഖാസിം എന്ന കുട്ടിയുടെ വിയോഗം, പിന്നീട് അള്ളാഹു കൊടുത്ത പെൺമക്കളുടെ വിയോഗം, റുഖയ്യയുടെ വിയോഗം, ഉമ്മു കുൽസൂമിന്റെ വിയോഗം, യൗവനം കത്തി നിൽക്കുന്ന കാലത്ത് ഏതാണ്ട് മധ്യവയസ്ക പ്രായമായപ്പോ സൈനബ് എന്ന മകളുടെ വേർപാട്, അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് വേർപാടുകൾ. അവസാനം അള്ളാഹു ഫാത്തിമയെ മാത്രം ബാക്കിയാക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴേക്ക് 60 വയസ്സ് പ്രവാചകന് തീർന്നു എന്നാ കാലം ചരിത്രം പറയുന്നത്. അന്ന് ഖുറൈശികളൊക്കെ കളിയാക്കണ കാല. ഖുറൈശികളും കളിയാക്കും, ജൂതന്മാരും കളിയാക്കും. ഈ മുഹമ്മദിന്റെ കാര്യം അത്ഭുതമാണ്. ഈ മുഹമ്മദിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാഞ്ചിപ്പോ അവനക്കുള്ളത്? പരമ്പരല്ല. അതുകൊണ്ട് ആരും പേരും ചൂരും അറിയില്ല. മുഹമ്മദുൻ അബ്തർ, മുഹമ്മദ് വാലറ്റവനാണ്. ആൺകുട്ടികളില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണെന്ന് അറബികൾക്ക്. നബി അത് പറഞ്ഞിട്ട് അവർ കളിയാക്കുമായിരുന്നു. ഒരു അറബിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് നബിക്കും മനസ്സിലൊരാഗ്രഹമുണ്ട്, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ അള്ളാഹു ഒരു കുട്ടിയെ കൊടുത്തു. മുഖൗഖിസ് രാജാവ് സമ്മാനമായി കൊടുത്ത മാരിയയിൽ അല്ലാഹു ഒരു കുട്ടിയെ കൊടുക്കുന്നു. അപ്പോഴേക്ക് 60 കഴിഞ്ഞ കാലമാണ്. ഈ കുട്ടിയോട് നബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബാപ്പമാര് മക്കളെ ഇത്ര കൂടുതൽ ഉമ്മ വെക്കുമെന്ന് ഞാൻ അറിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹീമിന്റെ കവിൾത്തടത്തിലും നെറ്റിത്തടത്തിലും ഉമ്മ വെക്കുന്നത് കാണുമ്പോഴാണ്. അല്ലെ, അതുവരെയുള്ള എല്ലാ മക്കളെയും അള്ളാഹു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്. പക്ഷെ ഈ കുട്ടിയെ കൊടുത്തു. അത്താഹു ഇബ്രാഹീമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. മാരിയ എന്ന അടിമ സ്ത്രീയില് ഈ കുട്ടിനെ കൊടുത്തു. അതാ ഇബ്രാഹിം, ആദർശ പിതാവിന്റെ പേരിട്ടു. പക്ഷേ 1.5 വയസ്സ് മാത്രം കുട്ടിക്ക് പ്രായമാകുമ്പോഴേക്ക് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് ആള് വന്നു. നിങ്ങൾ ഇബ്രാഹിമിനെന്തോ അസ്വാസ്ഥ്യമാണ്, നിങ്ങൾ പുറപ്പെടുക. അങ്ങനെ റസൂൽ അവിടെ എത്തുമ്പോ മരണവെപ്രാളം കാണിക്കുന്നു ഈ കുട്ടി. ആരറിഞ്ഞു ഈ സന്തോഷം വഴിപിരിയാനുള്ളതാണെന്ന്? വാർദ്ധക്യകാലത്ത് വന്ന വസന്തമേ, ഇത്ര പെട്ടെന്ന് നീ വിട പറയുമെന്ന് ആരറിഞ്ഞു? ആ കുഞ്ഞുമോനെ വാരിയെടുക്കുമ്പോ റസൂലുള്ളാന്റെ കൈകൾ വിറച്ചു എന്നല്ലേ ചരിത്രം. ആ കൈവെള്ളയിൽ ആ കുട്ടി കടന്നിട്ട് അവസാനത്തെ നോട്ടം റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഇന്നാല മഹ്സൂൻ ലഫിറാഖുക യാ ഇബ്രാഹീം, പൊന്നുമോനെ ഇബ്രാഹീമേ, നിന്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. പക്ഷെ ഇത് അള്ളാന്റെ തീരുമാനമാണ്. അങ്ങനെ ഇബ്രാഹിമും വേർപെട്ടു പോയി. ആലോചിച്ച് നോക്കാൻ അത്ഭുതമാണ് സത്യത്തിൽ. ഞാനതാ പറഞ്ഞത്, മക്കൾ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. മക്കൾ നമുക്കല്ലാഹു തന്ന ഔദാര്യമാ. നഹലെന്ന സൂറത്തോതി നോക്കിത് വ്യക്തമാ. മക്കളെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചതാ. ദീനിന്റെ ഷിആറ, ദീനിന്റെ അടയാളമാണ് മക്കളോടുള്ള സ്നേഹം. മക്കളെയും പൂക്കളെയും സ്നേഹിക്കാത്തവർ ലോകത്തേറ്റവും ക്രൂരന്മാര്. ഒരു മനസ്സിന് ആനന്ദം നൽകുന്നത് മക്കളാണ്. ദാമ്പത്യത്തിൽ കലപിലയുണ്ടാകുമ്പോ, ദാമ്പത്യത്തിൽ കല്ലുകടിയുണ്ടാകുമ്പോ ഈ കുഞ്ഞുമക്കളെ കാണുമ്പോഴല്ലേ സ്വാസ്ഥ്യം. അപ്പോഴാണ് ആനന്ദം. എല്ലാ വിഷമങ്ങളും ക്ഷമിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിപിരിയൂല. ഈ ദാമ്പത്യം കെട്ടുപോയാൽ മക്കളെ നിങ്ങൾ അനാഥരാണ്. ബാപ്പയും ഉമ്മയും ജീവിച്ചിരുന്നിട്ടും നിങ്ങൾ അനാഥരാണ്. അതുകൊണ്ട് നിങ്ങളുടെ സനാഥത്വം മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും സഹിച്ചു നിൽക്കും മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അവിടെ മക്കളോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഒതുങ്ങാത്ത സ്നേഹവും, അത് ലോകത്തിന്റെ തുടക്കം മുതൽ. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് കളിക്കുന്നതാണ് ഹദീസിൽ നമ്മളോട് പറയുന്നത്. മക്കളോട് നബി കളിക്കുന്ന, മുതുകത്തിരുത്തി കളിച്ചു ഒരു ദിവസം. അന്ന് നബി ആ കുട്ടിയോട് പറയാ, അന ജമൽ, ഞാൻ ഒട്ടകമാണ്. റസൂലുള്ളാഹി ഒട്ടകമായി കളിച്ചു കൊടുക്കുന്നു. പുറത്ത് കയറിയിരിക്കുന്ന കുട്ടിയുടെ പേര് ഹസൻ, ഫാത്തിമയുടെ മോനാണ്.
അലിയുടെയും മകനാണ്, നബിയുടെ പേരമോനാണ്. ഹസൻ അങ്ങനെ മുതുകത്തിരുന്ന് അഭിമാനത്തോടുകൂടി അള്ളാന്റെ റസൂൽ ഇങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോ കണ്ടുവന്ന ഒരു സഹാബിക്ക് അത്ഭുതമായി. ആ സഹാബി പറയുന്നു, നിഅമൽ മർക്കബു റകിബ്ത യാ ഗുലാം, പൊന്നുമോനെ നീ കയറിയ വാഹനം എത്ര നല്ല വാഹനമാണ്. പുണ്യ നബിയെ ഉദ്ദേശിച്ചുള്ള പ്രയോഗമാണ്. അത് കേൾക്കുമ്പോ ഈ കുഞ്ഞുമോന് മറുപടി പറയാനായിട്ടില്ലല്ലോ. അതിന് മറുപടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, നഅം, അതെ, ഈ വാഹനം നല്ലതാണ്. വാഹനം മാത്രമല്ലല്ലോ, വനിഅമർ റാക്കിബ്, ഇതിന്റെ പുറത്തെ യാത്രക്കാരനും എത്രയോ നല്ലവനാണ്. അങ്ങനെ കുഞ്ഞുമക്കളോടുള്ള അടങ്ങാത്ത സ്നേഹം അത് ഈ പ്രവാചകൻ കാണിച്ചു. അതുകൊണ്ട് മക്കളെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോ വഇൻദഹു അൽ അഖ്റഅ ഇബ്നു ഹാബിസ്, അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന മനുഷ്യൻ തൊട്ടടുത്തുണ്ട്. എന്നാ മനുഷ്യൻ മുസ്ലിം ആയിട്ടില്ല, അപരിഷ്കൃതനായ കാട്ടറബിയായ മനുഷ്യൻ, സ്നേഹം എന്തെന്ന് ചിലപ്പോ തിരിയാതെ പോയ മനുഷ്യൻ. ഈ കുഞ്ഞിനെ നബി ഇങ്ങനെ വാരിയെടുത്ത് ഉമ്മ വെക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞുപോയി, ഇന്നലി അശ്റതം മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദാ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ, പക്ഷേ ഇന്നേ വരെ ഞാനൊരു കുട്ടിക്കും ഉമ്മ കൊടുത്തിട്ടില്ല. ഇന്നലി അശ്റതം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്, ഇന്നേ വരെ ഞാൻ ഒരു കുട്ടിക്കും ഉമ്മ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇതാണ് ഇയാളെ സംശയം. നമ്മളെ ചില വലിയപ്പാരും വാപ്പാരൊക്കെ അങ്ങനെയുള്ളവരുണ്ട്, ഞാൻ കുട്ടികൾക്കൊന്നും ഉമ്മ കൊടുക്കൂല, അതൊക്കെ എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് ഉമ്മ, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് നീ പറയുന്നുവെങ്കിൽ നിനക്കറിഞ്ഞുകൂടായി ദീനിന്റെ മഹാത്മ്യം. ഈ കുഞ്ഞുമക്കളോട് അള്ളാന്റെ റസൂൽ കാണിച്ച മഹിതമായ ആ സ്നേഹവും പെരുമാറ്റവും എത്ര ഉത്കൃഷ്ടമാണ്. ഒരു ദിവസം അസാധാരണമായി സുജൂദങ്ങ് നീണ്ടുപോയ സുജൂദ്, ഇത്ര ദീർഘമായ സുജൂദ് ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ ചില സുജൂദ് അങ്ങോട്ട് നീണ്ടുപോകും. പണ്ടൊരു കഥ പറയുന്നേക്കെ, കമ്മിറ്റിക്കാർ ശമ്പളം കൊടുത്തില്ല മൗലവിക്ക്. മൗലവി തീരുമാനിച്ചു, നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം മനസ്സിൽ, എത്രയായിട്ടും ശമ്പളം കിട്ടണില്ല. ഇയാളൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു. മിഹ്റാബിൻ്റെ ആ ഭാഗത്ത് ചില പള്ളിയിലുണ്ടാവും, ഒരു വാതിൽ അവിടെ ഉണ്ടാവും. സുജൂദിലാണ് പോയി. മൂപ്പര് ബാഗൊക്കെ ആദ്യം തന്നെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. എല്ലാവരും സുജൂദ്, മൂപ്പര് ഇമാമ സുജൂദിലാണ് പോയി. പിന്നെ മൂപ്പര് ബാഗ് എടുത്ത് അടുത്ത കിട്ടിയ വണ്ടിക്ക് കഴിച്ചിലായി. കൗമ് മുഴുവൻ സുജൂദിൽ ഇങ്ങനെ കിടക്കുക. അതൊരു പരീക്ഷണമായിരുന്നു. അവസാനം കുറേ കഴിഞ്ഞിട്ട് ഒരുത്തങ്ങനെ മെല്ലെ തലവന്തിച്ച് നോക്കുമ്പോഴാണ് ശൂന്യമായ മെഹ്റാബ് കണ്ടത്. അപ്പോഴാണ് ഇവർ അന്തം വിട്ടുപോയത്. അത് ആജാതി സുജൂദല്ല, ഇത് ദീർഘമായ സുജൂദ്. മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നബിയോടവർ ചോദിച്ചു, നബിയെ, ഇത്ര ദീർഘമായ സുജൂദ് ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്താണ് ഇത്ര ദൈർഘ്യം സുജൂദിന്? പുതിയ പ്രാർത്ഥന വല്ലതും പഠിപ്പിക്കാനുണ്ടോ, അതോ വഹ്യ് വന്നിറങ്ങിയതാണോ? ഇതൊന്നുമല്ല. ഞാൻ സുജൂദിൽ കിടക്കുമ്പോഴാണ് എൻ്റെ മകളായ സൈനബിൻ്റെ മകളായ ഉമാമ വന്നിട്ട് എൻ്റെ പിരടിയിലിരുന്നതാണ്. അവള് സ്വമേധയായി എഴുന്നേറ്റ് പോകുന്നത് വരെ ഞാനങ്ങനെ കിടന്നു കൊടുത്തതാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലേ, ചില അമ്മമാർ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വല്ല കുട്ടികളും വല്ല 3 or 2.5 വയസ്സായ കുട്ടി നിസ്കാരപ്പായിക്കണ് കയറി അമ്മ കജ്ജിൻ്റെ കട്ട കഴിച്ചിട്ട് ഓൻ്റെ അമുക്ക എൻ്റെ നിസ്കാരം ബാത്തിലായാലോ എന്ന് പറഞ്ഞ് തൊള്ളിമ്പുളിയും കൂട്ടുമ്പോൾ മുത്തുനബിയെ നമ്മൾ ഓർക്കുക. സുജൂദിൽ കിടന്നപ്പോ ഈ കുട്ടിക്ക് വേണ്ടി ദീർഘമായി അങ്ങനെ കുഞ്ഞ് സ്വമേധയാ എഴുന്നേറ്റ് പോകുവോളം സുജൂദിൽ കിടന്നു. എന്നാൽ സലാം വീട്ടിട്ട് പള്ളിയിൽ വക്കാണമല്ല കേട്ടോ, നമ്മളവിടെയാണ് ഈ വക്കാണായി. അയാൾ അപ്പം തന്നെ പിരിച്ചു വിട്ടും. എന്താണ് ഇവിടെ നടക്കണത് പറഞ്ഞിട്ട് അല്ലേ, മനുഷ്യനങ്ങനെയാണല്ലോ. മസ്ജിദിന്റെ മിമ്പറയിൽ കയറിയപ്പോ അസാധാരണമായി ദൂരെ നിന്ന് തന്റെ 2 പേരമക്കൾ ഇങ്ങനെ നടന്നു വരുന്ന രംഗമുമായ അവര് 2 പേരും വീഴുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു. ഒന്ന് ഹസനാണ്, മറ്റേത് ഹുസൈനാണ്. ഈ പിതാമഹന് സഹിച്ചില്ല. പച്ചക്കരളുള്ള വാത്സല്യനിധിയായ ഈ വല്യാപ്പ മെല്ലെ ഇറങ്ങി ആ മിമ്പറയിൽ നിന്ന്. പിന്നെ ആ മക്കളെ വാരിയെടുത്തിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുവന്നിരുത്തി. എന്നിട്ടാണ് പറഞ്ഞത്, ഖദ് സദഖല്ലാഹ്
അല്ലാഹു പറഞ്ഞതെത്ര സത്യമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അല്ലാഹു പറഞ്ഞതെത്ര സത്യമാണ്. ഞാൻ ഈ മിമ്പറയിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോഴാണ് ഈ മക്കൾ നടന്നു വരുന്നത് കണ്ടത്. അവർ വീഴുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു. അത് കണ്ടപ്പോ സഹിച്ചില്ല എനിക്ക്. ഞാൻ അവരെ എടുത്ത് ഒരു ഭാഗത്തിരുത്തി എന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാ സ്നേഹവും പരിഗണനയും നൽകേണ്ടത് നമ്മുടെ മക്കളോട്. കാലം ഏതാണെന്ന് നമ്മളറിയുമോ? 4 വയസ്സും 7 വയസ്സുമായ കുഞ്ഞിനെ പ്രത്യേകമായ ബന്ധങ്ങളൊക്കെ തകർന്നു പോയ ഒരു കാലത്ത് രാത്രി വന്നപ്പോൾ ഈ കുഞ്ഞ്, ചെറിയ കുട്ടി മൂത്രമൊഴിച്ചത് കണ്ടപ്പോ എന്തേ വലിയ കുട്ടി അത് ശ്രദ്ധിച്ചില്ല? ക്രൂരമായ മർദ്ദനം, തലച്ചോറ് പുറത്ത് ചാടിയിട്ട് ജീവനും മരണത്തിന്റെയും നൂൽപാലത്തിനിടയിൽ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ കഥ പത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോ റബ്ബേ ഇതെന്ത് ദുനിയാവാണ്, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാകുമോ? ഒരു സമാധാനം തോന്നുന്നു. പരലോകം എന്നല്ല പറഞ്ഞത് എത്ര സത്യമാണ്. ഈ കോമന മകളോട് നാളെ ചോദിക്കുമത്രേ, വഇദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്, പൊന്നുമോളെ എന്ത് തെറ്റിനാണ് നിന്നെ ആളുകൾ കൊന്നത്? നീ കൊല ചെയ്യപ്പെട്ടപ്പോ എന്ത് തെറ്റായിരുന്നു മോളെ നീ ചെയ്തത് എന്ന് പണ്ട് ജാഹിലിയ കാലത്ത് ജീവനോടെ മണ്ണിലിറക്കിയിട്ട് കുഴിച്ചു മൂടിയിരുന്ന ജാഹിലുകളോട് അല്ലാഹ് ചോദിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞപ്പോഴും ഈ കുട്ടിയെ ഏറ്റവും പ്രധാനമായി കണ്ട മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളത് മതത്തിന്റെ ഭാഗമാണ്. സ്നേഹിക്കുക, പരിഗണിക്കുക, വേറെ വർത്താനല്ല. ഒരാൾ വന്ന് പൊട്ടിച്ചേരണം. ഞാൻ ഈ ഇടക്കിടക്ക് വെള്ളം കുടിക്കേണ്ട പ്രശ്നമുള്ള ആളാണ്. അത് ക്ഷമിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും നല്ല ദാഹമൊക്കെ ഉള്ള കാലഘട്ടമാണ്. തൽക്കാലമാണ് ക്ഷമിക്കുക. മറ്റേ നിങ്ങളൊക്കെ പാടങ്ങനെ വെള്ളം കുടിക്കലും ഇതൊക്കെ ആയപ്പോൾ എന്നെ ഉണ്ടാവുള്ളത്. പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മക്കളെ സ്നേഹിക്കുക, പരിഗണിക്കുക, അവർക്കിടയിൽ വിവേചനം കാണിക്കാതിരിക്കുക. ഇത് വലിയൊരു അടിസ്ഥാനപരമായൊരു സംഗതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ കൊടുക്കണം, അത് തിരിച്ചു കിട്ടണമെങ്കിൽ. അതില്ലാതെ ഇന്ന് പോയത് എന്താ വെച്ചെങ്കിൽ, ഈ കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾ പിശുക്ക് കാണിച്ചിട്ടുണ്ടോ സംശയമാണ്. അതുണ്ടാകാൻ പാടില്ല. അതങ്ങോട്ട് വാരിക്കോരി കൊടുക്കേണ്ട സംഗതിയാണ്. ഒരു തരത്തിലും വിവേചനം കാണിക്കരുത്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹാബി സദസ്സിലുണ്ട്. ആ സഹാബിയുടെ ഒരു കുട്ടി ഓടി വന്നു. കുട്ടി ഓടി വന്നിട്ട് ആ സഹാബിയുടെ മടിയിലാണ് കയറിയിരിക്കുക. സ്നേഹം കൊണ്ട് ആ സഹാബി ആ കുഞ്ഞിന്റെ കവിൾത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് കാലുമ കയറ്റിയിരുത്തി. അപ്പം തന്നെ ആ സഹാബിയുടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരിക. അങ്ങനെയാണല്ലോ ഈ കുട്ടികൾക്ക്. അങ്ങനെ ഉണ്ട്, ഒരാൾ വന്ന് കയറിയ അപ്പം അടുത്ത ആളും കയറും. അത് സഹിക്കുക. അല്ല നമ്മൾ ചൂടായിട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരാളെന്നെ വന്നിട്ട് എൻ്റെ കാല് വേദനിച്ചിട്ട് പറഞ്ഞിട്ട് ബഹളം കൂട്ടലല്ല. അതല്ല വാപ്പ. വാപ്പ പറഞ്ഞ സഹനമാണ്, സ്നേഹമാണ്. പിതാവ് എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് അങ്ങനെ പറയാ, വന്ന് ഇരുന്നപ്പോ ഉമ്മ വെച്ചിട്ട് എത്തി. അപ്പൊ പെൺകുട്ടി വന്നു. പെൺകുട്ടി വന്നപ്പോ ഈ സഹാബി അങ്ങനെ വാരി കാലുമലിക്കണ് കയറ്റിയിട്ട്. ഉമ്മ വെക്കാൻ മറന്നതാവാനാണ് സാധ്യത. അത്ര വിവേചനമൊന്നും അങ്ങനെ കാണിച്ചതാകില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽ അത് പൊട്ടി. നബി എന്താ അതിനെപ്പറ്റി പറഞ്ഞെന്നറിയോ? യഅ്ദിലൂ ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കുക. കണ്ടാ, മക്കൾക്കിടയിൽ നീതി കാണിക്കുക. അവിടെ ആൺകുട്ടിക്ക് അധികം പരിഗണനയും പെൺകുട്ടിക്ക് ഒരു കുറവ് പരിഗണനയും അത് വേണ്ടാന്നാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. പണ്ട് കാലത്തും ഏത് കാലത്തുള്ളൊരു പ്രശ്നമാണല്ലോ ഇത്. ആളുകളൊക്കെ ധാരണ എന്താണെന്നറിയോ? 2 ആൺകുട്ടികൾ, ഒരു 4 ആൺകുട്ടികളുണ്ടായ വലിയൊരു സംഭവമായി. അതൊക്കെ വെറും തോന്നല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് തോന്നലാണെന്ന് നമുക്ക് ബോധ്യല്ലേ. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ എന്താ പ്രശ്നം?
ചിലപ്പോൾ ആളുകൾ പറയും, ഓ ഓലൊരു കഥ വല്ലാത്തൊരു കഥയാണ്, ആ പെരയിൽ വെറും പെൺകുട്ടികളാണെന്നാ. ഭാവിയിൽ നാളെ ഏറ്റവും സൗകര്യവും അനുഗ്രഹവും അല്ല കൊടുക്കണത് ചിലപ്പോൾ അവർക്കായിരിക്കും. വെറും ആൺകുട്ടികളുള്ള പെരയിൽ ചിലപ്പോൾ ആ ബാപ്പ ഉറങ്ങണുണ്ടാവില്ല. കാരണം ഇപ്പം പോയാൽ കറണ്ടിൻ്റെ മാതിരി എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല. അങ്ങനത്തെ മക്കളെ കാര്യം എന്താ ചെയ്യുക? മന്ദസ്സിൽ മാനത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ? നിങ്ങളെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ ചില വാപ്പാർക്ക് പേടിയാവും. പടച്ചോനെ ഇനി അടുത്ത വാക്ക് എന്താ കേൾക്കേണ്ടി വരിക. അതല്ലേ ലോകം. പണ്ടുണ്ട് ഇത് പ്രശ്നം, ഏത് കാലത്തുണ്ടായി. ഞാൻ പറഞ്ഞത് ഈ വിവേചനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ അമ്മായി ഉമ്മയും ഒക്കെ ഒരു ഫോൺ ചെയ്യലുണ്ട്. ഇവള് പ്രസവിച്ചിക്കണു, എന്താ കുട്ടിയാ, എന്ത് കുട്ടിയാ? ആൺകുട്ടിയാണ് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ തടിയുണ്ടോ, തൂക്കമുണ്ടോ, നിറമുണ്ടോ, കവള എങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, എത്ര ഒരു ചോദ്യാന്നറിയും. ഇപ്പൊ സയൻസ് ഒക്കെ പഠിക്കണം, നമുക്കറിയാം എക്സ് വൈ എന്നൊക്കെ പഠിക്കുക. രണ്ടവസ്ഥയും സംഭവിക്കാലോ. പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ ഡിസ്ചാർജ് എന്ന് വേറെ ചോദ്യമല്ലല്ലോ. ഇത് നമ്മളെ സമൂഹത്തിനെ പിടികൂടിയിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്. ഒരു ചോദ്യവും പിന്നല്ല. തറുണ്ടായാലും വേണ്ട, തൂക്കുണ്ടായാലും വേണ്ട, ചോദ്യം തന്നെ. ഇത് പണ്ടുണ്ട് പ്രശ്നം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ചെങ്ങായി പെരീന്ന് തെറ്റിപ്പോയി. എന്തിനാ തെറ്റിപ്പോയതെന്നറിയോ? ഭാര്യ പ്രസവിക്കണതൊക്കെ, അയാളുടെ ഭാര്യ പ്രസവിക്കണതൊക്കെ പെൺകുട്ടികൾ. ഓരോ പ്രസവത്തിലും അയാൾ പ്രതീക്ഷിക്കും ഒരു ആൺകുട്ടി ഉണ്ടാവുമെന്ന്. പ്രസവിച്ചു കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണ്. അങ്ങനെ ഇപ്പം തെറ്റിപ്പോയി. അന്നത്തെ ധാരണ അതാണ്. ഈ പെണ്ണിന്റെ കുഴപ്പമാണെന്നുള്ള ധാരണയിലാണോ തെറ്റിപ്പോയത്? അവസാനം ഇവനിങ്ങനെ അധിയനും പോണതൊക്കെ ഈ പെണ്ണ് അറിയുന്നുണ്ട്. 4 ഭാഗത്തൊക്കെ അവിടെയും ഇവിടെയും വീട്ടിലൊക്കെ വന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. അറബ് സാഹിത്യത്തിൽ ആ പെണ്ണിന്റെ പാട്ട് കാണാൻ കഴിയും. മാലി അബി ഹംസതലായതീനാ യഖില്ലു ഫിൽ ബൈത്തില്ലദീ യലീനാ ഖൽബാന അല്ലാ അലിദൽ ബനീന ലൈസ ലനാ മിൻ അംരിനാ മാശീനാ. അബൂ ഹംസക്ക് എന്ത് പറ്റി? അവിടെ ഇവിടെയൊക്കെ വന്ന് പോണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ഞാൻ പെൺമക്കളെ പ്രസവിച്ചു, ആൺമക്കളെ പ്രസവിക്കുന്നില്ല എന്നതിൽ എന്നോട് ദേഷ്യമാണ്. പക്ഷേ ലൈസാ ലനാ മിൻ അംരിനാ മാശീനാ, ഇത് നമ്മുടെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ലല്ലോ. അണ്ടകടാഹങ്ങളുടെ അധിപനായ പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ആൺമക്കളെ തരും, നിങ്ങൾക്ക് ചിലപ്പോൾ പെൺമക്കളെ തരും, നിങ്ങൾക്ക് ഇടകലർത്തി തരും, ചിലപ്പോ നിങ്ങൾക്ക് മക്കളെ തന്നെ തരില്ല. അങ്ങനൊക്കെ സംഭവിച്ചേക്കാം. അതിനൊക്കെയുള്ള ഗുണപാഠെന്താ? എങ്ങനായിരുന്നാലും ഈ മക്കളെ നമ്മൾ സ്നേഹിച്ചേ മതിയാവും. നന്നായിട്ട് സ്നേഹിക്കണം, പിശുക്കില്ലാതെ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് പിശുക്ക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ സ്നേഹിക്കണം. അതെന്താ? 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. നാളെ പരലോകത്ത് ഈ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകരുത്. നാളെ ഈ കുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയാകണം, സംസ്കാരമുള്ള കുട്ടിയാകണം ഈ കുട്ടി. 7 വയസ്സാകുമ്പോൾ നമസ്കരിക്കണം. അതിന് കൽപ്പന തുടങ്ങണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ ഈ കുട്ടിയെ ശിക്ഷണം നടത്തണം, അടിക്കണം. എന്തോ ഒരു സ്നേഹമാണ് അവിടെ. 7 മുതൽ 10 വരെ 3 കൊല്ലം ഉപദേശിക്കാനാ പറഞ്ഞത്. 3 കൊല്ലത്തെ ഉപദേശത്തിന് ശേഷം അടിയുള്ളൂ. മനസ്സിലാണ്ടോ? നമുക്ക് മുണ്ടിയ അടിയാ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണവും കാണാനില്ല. നമ്മളെ വിചാരം അടിച്ചൊക്കെ നേരാവുന്ന ഒക്കെ വെറുതെ തോന്നുകയാണ്. അതൊന്നും ഇന്നത്തെ കാലത്ത് തീരെയും ശരിയാവില്ല. എപ്പോഴാണ് കുട്ടികൾക്കുള്ള ഒരു ബുദ്ധി എത്രയെന്ന് അറിയാം. ബാലാവകാശം, വിവരാവകാശം, എല്ലാ അവകാശവും കുട്ടികൾക്കറിയാം. അതുകൊണ്ട് തന്നെ പഴയമായിരുന്നു സ്കൂളിൽ അടിയില്ലല്ലോ. സ്കൂളിൽ അടിയൊന്നുമില്ല. കാരണം അവനാൻ്റെ തടികാലത്ത് പിന്നെ അവനാൻ്റെ നഫ്സി എന്ന് പറഞ്ഞിട്ട് കഴിച്ചിലാകുകയാണ് മാഷന്മാർ. കാരണം എന്തിനാ ഇപ്പം ഇവരെ അടിക്കണത്? അടിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിഫോം എന്താ പരീക്ഷയ്ക്ക് ഇടാതെ ആൾ ടിക്കറ്റ് വാങ്ങാൻ വന്നപ്പോൾ എന്താ യൂണിഫോം ഇടാഞ്ഞെന്ന് ചോദിച്ചതിന് ഒരു മാഷിനെ അടിച്ചിട്ട് അയാൾ ഒരാഴ്ച ആശുപത്രി കിടന്നു. എന്നിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. പിന്നെ അയാളെ കുടിക്കാരയാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി എന്നല്ലാതെ ബുദ്ധിജീവികളും ഇല്ല, സാഹിത്യകാരന്മാരും ഇല്ല, വർത്താനം പറയാനും ആളില്ല, ഒന്നുമില്ല. അത്രേ ഉള്ളൂ സംഗതി. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും നമ്മളെ മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും കൊടുക്കണം. മക്കളെ സ്നേഹിച്ചേ മതിയാവും. ആ സ്നേഹം പിശുക്കില്ലാതെ മക്കൾക്ക് നമ്മൾ കൊടുത്തേ മതിയാകും.
എല്ലാ സ്നേഹങ്ങളും അങ്ങനെയാകണം. കുട്ടികൾക്ക് തോന്നണം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്, എന്നാലേ തിരിച്ചു കിട്ടുള്ളൂ. ഇന്നത്തെ വലിയൊരു പ്രശ്നം അതാണ്, കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്. കുട്ടികൾക്ക് തോന്നുന്നില്ല കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്നല്ല, നമ്മൾ ആരെ സ്നേഹിക്കുകയാണെങ്കിലും അവർക്ക് തോന്നണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷെ നമ്മൾ ഇതുവരെ തോന്നിപ്പിച്ചിട്ടില്ല. വലിയ ഇഷ്ടം ഉണ്ടാവും നമുക്ക്, പക്ഷെ അത് പുറത്തു പറഞ്ഞിട്ടില്ല നമ്മൾ. നമ്മളൊരു ജീവിതത്തിൻ്റെ രീതി അതാണ്. അത് ദാമ്പത്യത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ഭാര്യ ഭർത്താവ് വളരെ സ്നേഹമാണ്, പക്ഷെ എപ്പോൾ കണ്ടാലും പക്കാണിരിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇതാരാ അറിയുന്നു? അങ്ങനെ ഈ ഭർത്താവ് ഭാര്യയ്ക്കൊരു സൂക്കടുണ്ട്, ഒരു ഇടങ്ങ്, പിന്നെ ഇയാളിങ്ങോട്ട് വന്ന ഇരിക്കണീൻ്റെ അമ്പ തന്നെയാണ് തുടങ്ങും ഇയാളെ കുറേ കുറ്റങ്ങൾ. നിങ്ങളിവിടെ എന്താ വാങ്ങൽ? ഒരു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ല, എന്തൊരു സാധനങ്ങൾ, അങ്ങനെ എങ്ങനെ അങ്ങോട്ട് ഒരു പിന്നെ എന്താ പറയുക, പണ്ടൊക്കെ ഈ ബാലരമയിൽ ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചപ്പോൾ ഉണ്ടാവും, ഒറ്റ ശ്വാസത്തിൽ പാടാമോ എന്നൊരു കവിത ഉണ്ടാകും. അതേമാതിരി ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് ഒരു വിടല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില്ല, ഉപ്പില്ല, മുളകില്ല, കടുകില്ല, ജീരകം തീരില്ല. ഇതിങ്ങനെ കേട്ടിട്ട് ഇവന് ഇടക്ക് ഭ്രാന്താവും. അതിലിപ്പോൾ ഒരു ദിവസം പറഞ്ഞു, മേലിൽ ജില്ല എന്നുള്ളൊരു വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവില്ല ജി. എന്താ ഇപ്പം ഇത് കഥ? ഞാൻ വേണ്ട എന്താ വെച്ചാൽ വാങ്ങിക്കൊണ്ടു. ഇടക്കിടക്ക് ഇല്ല എന്നുള്ളൊരു വർത്താനം എന്നോട് പറയരുത് കേട്ടോ. സാധനം എന്താ വെച്ചാൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരും, വേറെ വർത്താനല്ല അതിൽ. എന്നിട്ട് ഒന്ന് ഞെട്ടിച്ചു. പിറ്റേ ദിവസം ഇപ്പം ഇങ്ങനെ പണിയൊക്കെ മാറ്റി ഒരു 9 മണിക്ക് പെരേക്ക് എത്തിയപ്പോൾ ഇപ്പം വിചാരിച്ചു ഇന്നിപ്പോൾ സമാധാനം ഉണ്ടാവും, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു റാഹത്താവും എന്ന് കണക്കൂട്ടിയതാ. പിറ്റേ ദിവസം ഇവള് ഇങ്ങനെ മടിച്ച് വന്നിട്ട്, ഇന്നലത്തെ ആ ചൂടായത് നല്ല ഓർമ്മയുണ്ട് ഇവൾക്ക്. ഇവള് എന്താ പറഞ്ഞറിയോ? ഇല്ലയെന്ന് പറയരുതെന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ആ ഒരു പേടിയുണ്ട് ഇവൾക്ക്. എന്നാലും അവൾ പറഞ്ഞു, ഉപ്പ് ഇല്ലായ്മ ഉണ്ട്, മുളക് ഇല്ലായ്മ ഉണ്ട്, കടുക് ഇല്ലായ്മ ഉണ്ട്, ജീരകമില്ലായ്മ ഉണ്ട്, എവരുടെ പാൽപ്പൊടി ഇല്ലായ്മ ഉണ്ട്, ഒക്കെ ഉണ്ട് എന്നാക്കി. മനസ്സിലാണ്ടോ? അതിൽ എനിക്ക് ഭ്രാന്തായി. ഇപ്പം പറഞ്ഞു, മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഇനി ഇവിടെ വർത്താനല്ല, ഇനി ഇവിടെ നിൽക്കും വേണ്ട, എൻ്റെ പണി എന്താ വെച്ചാൽ നോക്കി പോയിക്കോ, എൻ്റെ പെരീക്കണ് പോയിക്കോ, എന്താ പത് കഥ എന്നാണ്. അപ്പോൾ നിങ്ങൾ കാര്യത്തിലാണ് പറയണത് വെച്ചാൽ ഞാൻ കാര്യത്തിലാണ് പറയണത്, ഇതുവരെ തമാശയൊക്കെ പറയുന്നത്, ഇപ്പം ശരിക്കും കാര്യത്തിലാണ് പറയുന്നത്. എന്താ ഇപ്പം എൻ്റെ ഒരു കഥ? ഒരു സ്വൈരവും മനുഷ്യനില്ലാതെ എപ്പോൾ നോക്കിയാലും ഇത് ഓരോന്നായിട്ട് എങ്ങനെയും ചെന്ന് പോയി കിട്ടിയ സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് തൊള്ളിയും മുടിയും കൂട്ടിയപ്പോൾ ഇവൾക്ക് തോന്നിയ എന്നാൽ അങ്ങക്ക് വേണ്ട ഞാൻ പോവുകയാണ് എന്നാ പോയിക്കോ. അങ്ങനെ ഇവിടെ അപ്പം തന്നെ മൊബൈലെടുത്തു. മൊബൈൽ ഉറക്കെ സ്പീക്കറിലിട്ടിട്ട് ഫോൺ വിളിച്ചു ഓട്ടോറിക്ഷക്കാരന്. എപ്പോഴാണ് എനിക്ക് ഒഴിവ്? പെരേക്കൊന്ന് പോകണം, 2-3 ബാഗൊക്കെ കൊണ്ടുപോകാണ്ട്. ഇയാളെ ഞെട്ടിച്ചതാണ്. ഇജ്ജ് പോകുന്നേ പോണ്ടാന്ന് പറയുന്ന അവൾ കണക്കൂട്ടിയത്. ആ നിലക്കാ ഫോണ്, അതുകൊണ്ടത് ഉറക്കെ വിളിച്ചത്. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല, എപ്പോഴാണ്? രാവിലെ അല്ലേ? രാവിലെ. എന്നാൽ ഞാൻ ബസ് ട്രിപ്പ് അത് ഞാൻ തന്നെ വരാം, 8:30 മണിക്ക് നിങ്ങൾ റെഡി ആയിക്കോളി, ഞാൻ ആദ്യം വരാറുണ്ട്. എന്നായിക്കോട്ടെ, 8:30 ചെയ്യാണ് വാന്നാറുണ്ട്. ഫോണൊക്കെ വെച്ചപ്പോൾ ഇയാൾ പറയുന്നപ്പോൾ വിചാരിച്ചു, ഇജ്ജ് പോണ്ടട്ടോ, ഞാനത് കുറച്ച് സ്ട്രോങ് ആയി ഓവറായി പറഞ്ഞതാണ്, ഇജ്ജ് പോണ്ടാന്ന് പറയുന്ന മുണ്ടിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ, ചില വാശിന് കയറിയാൽ. അതിലിപ്പോൾ ഈ പെട്ടിയിൽ 2-3 ബാഗൊക്കെ കൊടുത്തിട്ട് തുണികൾ മടക്കിയേക്കാൻ തുടങ്ങി. പോകുകയാണെന്നുള്ളൊരു ഒരു ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഓരോ തുണി എടുത്തിട്ട് മടക്കണേ എങ്ങനെയാണെന്ന് അറിയും, ഓരോ ഒച്ചപ്പെടുത്തിയിട്ടൊരു മടക്കലുണ്ട്. എന്നൊക്കെ ഒച്ചപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ് വീശുമ്പോഴേ ഓരോ ഒച്ചയിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവന് പറയണം എന്ത് ഇജ്ജ് പോണ്ടട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര തുണി മടക്കി വെച്ചിട്ടും ഇപ്പം മുണ്ടിയില്ല. ഓനൊരു ഒരു തീരുമാനത്തിൽ അങ്ങനെ ഇരുന്നു. എന്തായാലും അവസാനം ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയായി. നേരം വെളുത്ത് വക്കാഴ 8:30 മണിയായി. ഓട്ടോറിക്ഷയും വന്നു. ഇനി നിവൃത്തിയില്ലല്ലോ, ഞാൻ തയ്യ ഓളങ്ങോട്ട് ഇറങ്ങുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വലൈക്കും. ഞാൻ പോകും. വലൈക്കും സലാം. അതും പറഞ്ഞു. സലാം അടക്കണിലൊന്നും പ്രശ്നമില്ല കേട്ടോ. പണ്ട് എത്തിങ്ങാന കുട്ടികൾ പാവങ്ങളാണ്, അവർക്ക് ഈ കച്ചവടത്തിൻ്റെ നേക്കൊന്നും അറിയില്ല. ഒരു കലണ്ടർ ഇട്ട് പെരയിൽ കൂടെ വരും അത്രേ. എന്നിട്ട് പറയത്ര അസ്സലാമു അലൈക്കും, കലണ്ടർ വേണോ? വലൈക്കും സലാം. കലണ്ടർ വേണ്ട. ഒറ്റയടിക്ക് കഴിഞ്ഞു. മറ്റേത് ഇവർ വരുമ്പോൾ ഈ കണ്ടില്ലേ, ഈ പാത്രങ്ങളായിട്ടൊക്കെ വരുന്നൊരു ടീമുണ്ട്. ഓല് വരുമ്പോൾ തന്നെ പറയും ഞങ്ങളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ പിറക്കാരന്തം പോട് പഠിച്ചോനെ, ഞങ്ങളെ പെരയിൽ എന്നേ ഇപ്പോൾ B.Edൻ്റെയും TTCയുടെയും കോളേജ് തുടങ്ങിയത് എന്നുള്ളവർക്ക് ട്രെയിനിങ്ങിനാണ് നമ്മളെ പെരയ്ക്ക് ഇപ്പം വരുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെയാണ് വർണ്ണിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അവസാനം ബാഗിന് തുറക്കും. എന്നിട്ട് കുറച്ച് പാത്രങ്ങൾ എടുക്കും. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ വീഴും, അത് വേറെ വിഷയം. ഏതായാലും ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പോയതിൽ പിന്നെ എനിക്കൊരു വിഷമം തോന്നി. അതുണ്ടാവുമല്ലോ, സാന്നിധ്യത്തിൻ്റെ വില അറിയുന്നത് എപ്പോഴും അസാന്നിധ്യമാണ്. അസാന്നിധ്യമേ സാന്നിധ്യത്തിൻ്റെ വില മനുഷ്യനെ ലോക ചരിത്രമാണത്. അസാന്നിധ്യങ്ങളിൽ മനുഷ്യന് സാന്നിധ്യത്തിൻ്റെ വില അറിയും. ഇവിടെ പോയപ്പോൾ എനിക്കൊരു ടെൻഷൻ തുടങ്ങി. പോയോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വാശി എന്തൊക്കെ ഉണ്ടാക്കി തീർത്തത്. ഏതായാലും അന്നത്തെ രാത്രി കഴിഞ്ഞു. ഇവനും മകളും മാത്രമാണ് പിന്നെ പെരയിൽ. നേരം വെളുത്ത് നോക്കുമ്പോൾ ഇവളിങ്ങനെ
പിന്നെ പേപ്പർ വായിച്ചിട്ട് ഇപ്പം ഇങ്ങനെ മരത്തിരിക്കുക, വരമ്പത്തിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിൽ പിന്നെ ഉള്ളിലൊരു ബേജാറ്, പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുക, ആങ്ങളാരെ കൂട്ടിയിട്ട് തല്ലാൻ വരികയാണെന്നും അറിയില്ല, കോടതി കേസ് കൊടുത്ത് വരികയെന്ന് ഒന്നും അറിഞ്ഞുകൂടല്ലോ, കാലഘട്ടം അങ്ങനെയാണല്ലോ. എന്തായാലും ഇങ്ങനെ വരുന്നത് ഇപ്പം കണ്ടു, ഇപ്പം കാണാത്ത മാതിരി പേപ്പർ നോക്കിയിരുന്നു. അങ്ങനെയുള്ളത്. അവസാനം ഗേറ്റ് വരെ എത്തി. മകളെ വിളിച്ചു, മകളെ ഓടിച്ചെന്നു. അങ്ങനെ മകളും ബനും കൂടി ഉമ്മയും കൂടി കുറേ സ്വകാര്യം പറഞ്ഞു. അതെന്താണെന്നൊന്നും ബന് മനസ്സിലാണില്ല. പരമാവധി ചെവി ഓർത്ത് നോക്കി, ഒന്നും കേൾക്കണില്ല. അവസാനമൊക്കെ കഴിഞ്ഞ് ഉമ്മ അങ്ങോട്ട് തന്നെ പോവുക, ഞാൻ പോട്ടെ വളയാറിട്ട് പോവുക. മകളിങ്ങനെ കയറി പെരീക്ക് തന്നെ വരിക. അതിൽ ഇപ്പം മകളെ വിളിച്ചു, ഇവിടെ വാ, എന്ത് പറയാനാ അമ്മ വന്നിക്കണ് രാവിലെ തന്നെ, എന്തേ പറഞ്ഞു ചോദിച്ചു. മകളങ്ങോട്ട് കരഞ്ഞു. ഒന്നുമില്ല, പത്തായത്തിൻ്റെ ഉള്ളിൽ ഒരു 26 നാടൻ കോഴിമുട്ട ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഇടക്കിടക്ക് എടുത്തിട്ട് ആംപ്ലേറ്റ് ചുട്ട് തരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ വന്നിക്കണതെന്ന്. ഇവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്തൊരു സ്നേഹാണതെന്നറിയോ. അപ്പോഴാണ് ദൂരെ പോണ വൈഫിനെ അങ്ങനെ കാണുന്നത്. പാത്തു ഇങ്ങോട്ട് പോന്നാന്നിട്ട് കൈയടിച്ച് തിരിച്ചു വിളിക്കണ ഒരു കഥ ഉണ്ട്. ഇതൊരു കഥ മാത്രമല്ല, ചില കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ്, ജീവിതം അതാണ്, നമുക്കുള്ളൊരു അവസ്ഥ അതാണ്. ഇപ്പം എന്തൊരു സ്നേഹാന്നറിയോ. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അന്നേ വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാ അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സിലൊരു സഹാബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ ഒരു സഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സഹാബി പറയാ നബിയോട്, യാ റസൂലല്ലാഹ്, ആ പോകുന്ന ആളെ എനിക്കിഷ്ടമാണ്. ഉടനെ റസൂലുള്ള ചോദിച്ചു, ആ വിവരം അയാൾക്കറിയുമോ? ഞാൻ അയാളോട് ഇന്നേ വരെ അത് പറഞ്ഞിട്ടില്ല നബിയെ. ഉടനെ റസൂലുള്ള പറയാണ്, നീ പോകണം, പോയിട്ട് ആ വിവരം അയാളോട് പറയുക. അങ്ങനെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ടാ മനുഷ്യൻ അങ്ങനെ നടന്നുപോയി. ഓടിയിട്ടാ നടന്നു പോകുന്ന മനുഷ്യനോട് പറയാ, ഒന്ന് നിൽക്കണേ, നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത് പറയാൻ എൻ്റെ നബി എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ തിരിച്ചു നിന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക കമാ തുഹിബ്ബുനി, നീ എന്നെ ഇഷ്ടപ്പെട്ട പോലെ എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. ഈ സംഗതി ഉണ്ടല്ലോ, അത് എല്ലാ ഇഷ്ടത്തിലും വേണ്ട സംഗതിയാണ്. അത് മക്കളോടുള്ള ഇഷ്ടത്തിലും ആവശ്യമാണ്. ഈ മക്കളെ നമ്മൾ ധാരാളമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കൾക്ക് തിരിയണം. ആ തിരിച്ചറിവിൽ നിന്ന് മക്കളുടെ ഉള്ളിൽ മാതാവിനോടും പിതാവിനോടും ഒരു അടങ്ങാത്ത സ്നേഹം മുളപൊട്ടും. റബ്ബേ, എനിക്ക് വേണ്ടി ഉരുകിത്തീർന്നതാണ്, എനിക്ക് വേണ്ടി രോഗം പിടിപെട്ടതുപോലും, എൻ്റെ പിതാവിൻ്റെ ശരീരം രോഗത്തിലായതുപോലും എനിക്ക് വേണ്ടി ഓടി നടന്നിട്ടാണ്. എൻ്റെ മാതാവ് ക്ഷീണിച്ചത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ രോഗം അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അവർ രോഗിയായി മാറിയത്. കാലങ്ങൾ എത്ര കടന്നുപോയാലും ഭൂതകാലത്തിൻ്റെ ഓർമ്മയിൽ മനുഷ്യൻ കൊതിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, അത് പരസ്പരം പങ്കുവെക്കാനുള്ളതാണ്, അത് പരസ്പരം തിരിച്ചറിവിനുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ദുആ വരും, അങ്ങനെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന വരും. അതുകൊണ്ട് പറഞ്ഞു വന്നത്, മക്കളെ നാം സ്നേഹിക്കുക, നാം അവരെ പരിഗണിക്കുക. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലമാണ്. ഒരു മനുഷ്യൻ, ഒരു പിതാവും മകനും വരുന്ന ഒരു രംഗമുണ്ട്. ഈ ബാപ്പയും മകനും വന്നിട്ട് അമീറൽ മുഅ്മിനീൻ, ബാപ്പ പരാതി പറയാൻ തുടങ്ങി, ഇതെന്റെ മകനാണ്, ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണം. അങ്ങനെ ആ പിതാവിനോട് പിതാവ് പറഞ്ഞ പരാതി ഉമർ റളിയല്ലാഹു അൻഹു പരിഗണിച്ചു. എന്നിട്ട് മകനോട് അങ്ങോട്ട് ഉപദേശിച്ചു, പൊന്നാര മകനെ, നീ എന്ത് ചെയ്യണമെന്നറിയോ? ഇതെൻ്റെ വാപ്പയാണ്, വാപ്പ പറയുന്നത് അനുസരിക്കണം. ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഒരുപാട് കടപ്പാടുകൾ നിനക്കുണ്ട്, അതുകൊണ്ട് നീ അത് പാലിക്കണം, ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞപ്പോ എല്ലാം കേട്ടുനിന്ന മകൻ പിന്നെ ഒരു ചോദ്യം, അമീറൽ മുഅ്മിനീൻ, ഈ മക്കളോട് ബാപ്പമാർക്ക് വല്ല കടപ്പാടുമുണ്ടോ? അതൊരു ചോദ്യാട്ടോ. നമ്മളെ കുട്ടികളെയൊക്കെ മനസ്സിലുള്ളതാണ്. ഇതൊരു ചോദിക്കാത്ത നമ്മളെ ഭാഗ്യം, അത് നമ്മളെ മഹാഭാഗ്യ. കുട്ടികളെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് അത്. ഈ ചോദ്യം ചോദിച്ചു, ഈ മക്കളോട് ഈ ബാപ്പാക്ക് വല്ല കടമയും ഇസ്ലാമിലുണ്ടോ? ആ ചോദ്യത്തിന് മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു പകച്ചുപോയി. എന്താണ് ഈ കുട്ടി ചോദിക്കുന്നത് ഒരു പിതാവിനെ പറ്റി? അപ്പൊ ഇസ്ലാമിലെ ചില കാര്യങ്ങളപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. പൊന്നു മകനെ, ഇസ്ലാമിൽ ബാപ്പമാർക്ക് ചില കടപ്പാടുകളുണ്ട്.
അത് പറയുമ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് പറയാ, ഒന്നാമതായിട്ട് മക്കൾക്ക് ഒരു നല്ല ഉമ്മയെ കണ്ടെത്തുക. പിതാവിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മക്കൾക്ക് നല്ലൊരു ഉമ്മ വേണം ഒന്ന്. രണ്ടാമതായിട്ട് മക്കൾക്ക് നല്ല പേരിടുക. മൂന്നാമതായിട്ട് മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. ഈ 3 കാര്യവും ഒരു പിതാവ് ചെയ്യേണ്ടതാണ്. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ കുട്ടി അങ്ങനെ തിരിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അമീറുൽ മുഅ്മിനീൻ അല്ലേ, മക്കൾക്ക് നല്ലൊരു ഉമ്മാനെ കൊടുക്കുക എന്ന് പറഞ്ഞാലേ ഇങ്ങനെ തൻ്റേതല്ലാത്ത കാരണത്താൽ പരസ്യം കൊടുത്തിട്ട് വേറൊന്ന് കെട്ടുക എന്നുള്ളതല്ല എൻ്റെ വായന കേട്ടോ. ഇനി അത് വിവാഹം ചെയ്യണ കാലത്ത് അന്ന് ആലോചിക്കേണ്ട കാര്യമാണത്, അന്ന് ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണത്. അന്നിപ്പോൾ അതൊന്നും ആലോചിക്കൂല. അന്ന് ഓലമ്മരത്ത് എത്ര വണ്ടിയാണ് നിൽക്കണത്, തെങ്ങ് എങ്ങനെ, കവുങ്ങ് എങ്ങനെ, അതൊക്കെ നമ്മളെ നോട്ടെ. റോഡ് എങ്ങനെയെന്ന് മാത്രം പോരാ, ഏറ്റവും വീതി കൂടിയ വണ്ടി അങ്ങോട്ട് പോകുമോ, ഇതൊക്കെ ഓൻ നോക്കണത്. ഓൻ്റെ പെരീക്ക് ചിലപ്പോൾ വരമ്പേക്കാരൻ, എന്നാലും മല്ല ഓളെ പെരീക്ക് ബന്ധപ്പൻ അവിടേക്ക് എൻ്റെ ബിസിനസ്സൊക്കെ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ നോക്കണ കാലഘട്ടമാണ്. എന്തോ ആകട്ടെ, അവിടെയൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താ സംഭവിച്ചെങ്കിൽ നല്ല ഉമ്മാനെ കണ്ടെത്തുക, മക്കൾക്ക് നല്ല ഉമ്മ വേണം. അപ്പം ഈ കുട്ടി പരാതി പറയണത് എന്താണെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ, മക്കൾക്ക് നല്ല ബാപ്പ നല്ല ഉമ്മ വേണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മയെപ്പറ്റി നിങ്ങൾക്കറിയുമോ? എൻ്റെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ് എൻ്റെ ഉമ്മ. വഹിയ മജൂസിയ, ഇപ്പോഴും അഗ്നി ആരാധിക്കുന്നവളാണ് എൻ്റെ ഉമ്മ. ഒന്നാമത് ഈ കുട്ടിയുടെ വേദനയാണത്. നല്ലൊരു ഉമ്മ അല്ലാത്തൊരു വിഷമാണ് ഈ കുട്ടിക്ക്. ഉമ്മ പ്രധാനമാണ് അല്ലേ? വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ ലിഹിദ്നിൽ ഉമ്മഹാത്തി ഫഹിദ്നുൽ ഉമ്മി മദ്റസത്തുൻ തസാമത് ബിതർബിയത്തിൽ ബനീന വൽ ബനാതി ഫഹൽ തുർജാലി അത്ഫാലിൻ കമാലു ഇദാന ഷഊലി ഹിദ്നിൽ ജാഹിലാത്തി. മഅറൂഫുർ റസാഫി ഉമ്മയുടെ മദ്ഹ് പാടിയതാണ്. ഉമ്മ ആരാണെന്ന് പഠിപ്പിച്ചതാണ്. ഞാൻ അങ്ങോട്ട് കടന്നു പോകല്ല. ഇവിടെ കുട്ടി പറയാ ഒരു നല്ല ഉമ്മ അല്ല, ഒന്നാമത്തെ ആരോപണം. രണ്ടാമത് കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? നല്ല പേര് വേണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ബാപ്പമാര് മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. എനിക്കിട്ട പേര് നിങ്ങൾക്കറിയുമോ? എൻ്റെ പേര് ജുഅൽ എന്നാണ്. ജുഅൽ പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ കുട്ടികൾക്ക് ഇടുന്ന പേരൊക്കെ ഒന്ന് അർത്ഥം പഠിക്കണത് നല്ലതാ. ചിലപ്പോൾ നമുക്ക് എന്താ അറിയുക, ഒരു ഒച്ചയും വിളിയും വേണം, കേൾക്കാൻ നല്ല രസം വേണം, വേറെ എന്തായാലും വേണ്ട. ഞാൻ ചിലപ്പോൾ ലേണിംഗ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചില വാക്കുകൾ വരുമ്പോൾ ചില പഠിതാക്കൾ ചോദിക്കും കുട്ടികൾക്ക് പേരിടാൻ പറ്റുമോ ചോദിക്കും. അല്ല, അത് മാത്രം ആലോചിച്ചിരിക്കുക. സഫീഹ് എന്നൊക്കെ കേട്ടാലേ തരക്കടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ സയഖൂലു സുഫഹാഉ എന്നാണല്ലോ, വിഡ്ഢികൾ പറയുന്ന. സഫീഹ് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം. കേൾക്കാൻ രസമുള്ള കുറേ വാക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ അർത്ഥം ചിലപ്പോൾ അത്ര പറ്റൂല. അങ്ങനെ കുറേ വാക്കുകളുണ്ട് അറബിയിൽ. ഇവിടെ ജുഅൽ എന്നാണ് പേരിട്ട്, ഒന്നും ഉണ്ടായിട്ടിട്ടതാവില്ല. പക്ഷെ അത് കുട്ടിക്കൊരു ഷോക്കാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ പേരിടണം എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കുട്ടിനെ ഈ പേരിൻ്റെ പേരിൽ ആളുകൾ കളിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബം ഉണ്ടായിരുന്നു. അവർ കുട്ടി 8ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ഗൾഫിലായിരുന്നു, നല്ല ജോലി, കുടുംബസമേതം അവിടെ. അങ്ങനെ കുട്ടി ജനിച്ചതും 7 വരെ പഠിച്ചതും അവിടെ. പിന്നെ കുട്ടി നമ്മളെ നാട്ടിലേക്ക് വന്നു. നമ്മളെ സാധാ സ്കൂൾക്ക് കുട്ടീനെ ചേർത്തു 8ാം ക്ലാസ്സിക്ക്. ഗൾഫിൽ ആകുമ്പോഴാണ് കുട്ടിക്ക് പേരിട്ടത്. ഇവിടെ ആ പേരത്ര അങ്ങോട്ട് സൂട്ടായില്ല. കാരണം കുട്ടികൾ എന്നും ഇപ്പം കരഞ്ഞിട്ട് ഇങ്ങനെ വരും ഓഫീസ് റൂമിക്ക്. എന്നെ കളിയാക്കാണ്, ഞാൻ ഇവിടെ പഠിക്കണില്ല, എന്നെ കളിയാക്കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേ കുട്ടികളൊക്കെ വിളിക്കുക, എന്താ പിന്നെ കളിയാക്കണേ, എന്താ ഉണ്ടായി, ചീത്ത വിളിക്കണേ, എന്താ ഉണ്ട്? ഞങ്ങളവൻ്റെ പേര് വിളിച്ചതാണ്. പേര് വിളിച്ചതിന് എന്താ പ്രശ്നം? അപ്പം എന്താ പേര്? നല്ല പേര്, ഗൾഫിൽ നിന്നിട്ട പേരെന്താണെന്നറിയാം? ഏറ്റവും നല്ല പേര് അക്രം. അക്രം എന്ന് പറഞ്ഞാൽ നല്ല പേരാണ് അല്ലേ? ഇന്ന റബ്ബുക്കൽ അക്രം എന്നൊക്കെ പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ ഖുർആനിൽ. അക്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യം. കരീമിൻ്റെ സൂപ്പർലേറ്റീവാണ് ആ പദം. അത്രയും ഉഷാർ പദമാണ്. പക്ഷെ നമ്മളെ മലയാള ഭാഷയിൽ അത് വലിയ പ്രശ്നമാണ്. ഇവിടെ കുട്ടികൾ പിന്നെ എങ്ങനെ വിളിക്കണമെന്നറിയോ? അക്രമിയേന്ന് അവനെ വിളിക്കണം. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് ഇടങ്ങേറാകണി. അക്രമിൻ്റെ ഇടങ്ങേറ എന്താന്ന് ഓനിക്കാണ് ശരിക്കും അറിയാം. എന്താ നമ്മൾ ചെയ്യുക? അത് ശ്രദ്ധിക്കണം. കാരണം ജീവിക്കണ നാടിനെ പറ്റി കുറച്ചൊരു ബോധം വേണം. ഈ ഭാഷ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് നല്ല പേരിടുക, കുട്ടികൾക്ക് നല്ല പേരിടുക.
അതിലും നമുക്ക് വിവേചനമാണല്ലോ. ഒന്നാമത്തെ കുട്ടിക്ക് പേരിടാൻ കാണിക്കണ വെപ്രാളം എന്താ അറിയില്ല, രണ്ടാമത്തെ കുട്ടിക്കില്ല. ഒന്നാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ബുക്കൊക്കെ വാങ്ങിയതാണ് നമ്മൾ. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു പേരിട്ടാൽ മതി, പിന്നെ കഴിഞ്ഞ്. മൂന്നാമത്തെ കുട്ടിയായപ്പോൾ പേരിട്ട ഒട്ടിൽ ആർക്കപ്പോൾ അതറിയും. ഒന്നാമത്തെ കുട്ടിയാകുമ്പോൾ അങ്ങനെയല്ല, പിന്നെ ഭാര്യയും ഭർത്താവും വെക്കാണ്. ഓള് പറയും ഇത് വേണം പേര്, അത് പറ്റൂല, ഇത് വേണമെന്ന്. എന്തൊരു താല്പര്യമായിരുന്നു എന്ന് പറയും. എന്നിട്ടെങ്ങോട്ട് കിടങ്ങാറായിട്ട് ഒരു പേരിടുമ്പോൾ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്. ഉമ്മാടെ പേരുന്നൊരു അക്ഷരം, വാപ്പാടെ പേരുന്നൊരു അക്ഷരം ഒക്കെ പാടം ഇങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് ഇങ്ങോട്ട് അടങ്ങാറാകലാണ് പതിവ്. അത് അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, പുതിയ പുതിയ പേര് വേണം ഞമ്മക്ക്, ഒരു പുതിയ പേരെന്നെ വേണം. എന്താ ചെയ്യുക? ഞാൻ പണ്ട് ബദർവൈത്ത് ചെല്ലുന്നൊരു മനുഷ്യനാണ്, അതിലൊരു വരിയുണ്ട് അല്ലേ, ഒരേ പേരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറ്റൂല. പക്ഷെ ബദറിന്റെ പേരിൽ പങ്കെടുത്ത ആളുകളെ പേരൊക്കെ ഇങ്ങനെ വായിക്കാൻ നമ്മൾ അന്തം വിടും. ഒക്കെ സാബിത്ത് എന്നാ പേര്. വാപ്പാന്റെ പേര് മാറ്റണ്ടാവും, അതുകൊണ്ട് ആളെ തിരിച്ചറിയും. ഇന്നിപ്പോ നടക്കുവോ? ഒരേ പേരിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായി. എവിടെയും കേൾക്കാത്തൊരു പേര്. ഒരു പെൺകുട്ടി ഉണ്ടായെന്ന് വിചാരിക്കാം, നമ്മൾ ഭാര്യനോട് പറയാം നമുക്ക് എന്താ ഇവിടെ പിന്നെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാളെ പേരിടാ പറ്റുമോ ചോദിച്ചാൽ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ? ഐഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. അതിൽ 9 ഭാര്യമാരെ പേരുണ്ട് ഇവിടെ, നല്ല പേരുകളാണ്. അതിൽ ഏതെങ്കിലും ഒരു പേരിടാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭാര്യ പറയും നിങ്ങൾക്ക് ഇത്ര അന്തല്ലാന്ന് ഞാൻ ഇന്നേ അറിയുന്നുള്ളൂ എന്ന് പറയും. എന്താ ചെയ്യുക? അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ്. കാരണം ഈ പേരൊന്നും നമ്മളെ കുട്ടികൾക്ക് പറ്റൂല. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, മഹാബുദ്ധിജീവിയായ കൂട്ടുകാരൻ. അങ്ങനെ ഉണ്ട് ചില ബുദ്ധിജീവികൾ. ട്രെയിനിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര നടത്തിയിരുന്നു. പള്ളിക്കലേക്ക് വെള്ളിയാഴ്ച മാത്രമേ ഇപ്പം പോകുള്ളൂ. അങ്ങനത്തെ ബുദ്ധിജീവി. എന്താ ചെയ്യുക? അപ്പം 5 നേരം പള്ളിയിൽ പോണീൻ്റെ മധുഹബനോട് പറഞ്ഞു. നല്ല പിന്നെ എന്താ പറയുക, ഗസറ്റഡ് ഓഫീസറാട്ടോ, നല്ല മോശമല്ലാത്ത ശമ്പളം വാങ്ങുന്ന ആളാണ്. അപ്പം ഇയാൾ പള്ളിക്കലേക്ക് എല്ലാ ദിവസവും പോകൂല, വെള്ളിയാഴ്ച മാത്രം പോവും. അപ്പം ഞാൻ ഇയാളിനോട് എന്താ പറഞ്ഞു അറിയോ? നിങ്ങളെക്കാളും പഠിച്ചോ എന്നെ ഇഷ്ടപ്പെടുന്നു. അതെന്താ വെച്ചാൽ അങ്ങനെ പറയണത്? അതിപ്പോൾ നമ്മളൊരു പെരയ്ക്ക് ഇങ്ങനെ ദിവസേന 5 വട്ടം ചെല്ലുക, ആ പെരക്കാർക്ക് വല്ല മെയിൻ്റ് ഉണ്ടാവുമോ? ആഴ്ചയിൽ 1 വട്ടം ചെല്ലുകയാണെങ്കിലോ നല്ല മെയിൻ്റ്. എന്നാൽ മാതിരി പടച്ചോ എന്നെ പ്രത്യേകം പരിഗണിക്കുന്ന. കാരണം ഞാൻ ആഴ്ചയിൽ 1 വട്ടം ചുറ്റുള്ളൂ. നിങ്ങളെ മാതിരി ഇങ്ങനെ ഈ രാവിലെയും ഉച്ചക്കും 4 മണിക്കും പിന്നെ സൂര്യാസ്തമിക്കുമ്പോഴും പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അതിനൊന്നും എന്നെ കിട്ടൂല. കണ്ട ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനത്തെ ഒരു ചങ്ങായിയാണ്. എന്ത് പറഞ്ഞാലും അതിന് ഓൻ്റെതായൊരു വർത്താനുണ്ട്. സ്വർഗത്തുക്കും നരകത്തുക്കും പറഞ്ഞയക്കുമ്പോൾ പിന്നെ അള്ളാഹ് ആദ്യം തന്നെ പറയത്തറേ, പിന്നെ പറയാൻ തുടങ്ങണേ ഉണ്ടാവുള്ളൂ. പരലോകത്തെ ഓൻ്റെ ഓരോ ഭാവനകളാണ്. അപ്പോൾ ഓൻ എന്ത് ചെയ്യും? ഇത്രേ ആദ്യം തന്നെ അള്ള 2ആയിട്ട് ഇങ്ങനെ തിരിക്കേക്കാരം. ആ തിരിക്കണ ഇടയിൽ പെട്ടെന്ന് ഇവൻ എന്ത് ചെയ്യും? നരകത്തേക്ക് പോണ ആൾക്കാരെ കൂട്ടത്തേക്ക് ധൃതിയിലങ്ങോട്ട് നടക്കുന്നു. അതിൽ അള്ളൊരു നോട്ടാ വരെ ഇവിടെ ആരാ എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോ. അങ്ങനെ ഞാൻ സ്വർഗത്തേക്ക് പോകുന്നു. അങ്ങനെ ചിന്തിക്കണ ഒരു മനുഷ്യനാണ്. എന്തു പറഞ്ഞാലും അങ്ങനെ ഒരു ഉത്തരം പറയുന്ന ഒരാളാണ്. ഈ ചങ്ങാതിക്കൊരു പെൺകുട്ടി ഉണ്ടായി. അങ്ങനെ പിന്നീട് ട്രെയിനിൽ കണ്ടേക്ക് ഞാൻ ചോദിച്ചു, അല്ല എന്തേ കുട്ടിക്ക് പേരിട്ട് ചോദിച്ചു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം ഇട്ട പേര് ഒരു പുതിയ എന്തെങ്കിലും ഒരു വെറൈറ്റി പേരെന്തേലും ആവുന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചത്. ഇവൻ പറഞ്ഞു ഫാത്തിമ എന്നാ പേരിട്ടത്. ഫാത്തിമ. അതിൽ അത്ഭുതപ്പെട്ട് ഞാൻ ചോദിച്ചു, അല്ല എന്താ ഇപ്പം അങ്ങനെ ഫാത്തിമ എന്ന് പേരിട്ടത്? ശരിക്ക് പുതിയ വെറൈറ്റി ഉള്ള പേരൊക്കെയാണല്ലോ ഇടേണ്ടത്, ഇതെന്തേ ഫാത്തിമ ഇട്ട്? അതിലിപ്പം പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഭയങ്കര ബുദ്ധിയാ. ഇവൻ എന്നോട് പറഞ്ഞതേ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ പേര് എൻ്റെ കുട്ടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് ഞാൻ എൻ്റെ പട്ടികയിൽ, അന്ന് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുക, പട്ടികയിൽ പോയിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ പേരിങ്ങനെ നോക്കുമ്പോൾ വീഷ്ണി, റാഷ്നി, റോഷ്നി, രീഷ്ണി, കൂഷ്ണി, കാഷ്ണി, ഹേഷ്ണി, ഹിഷ്ണി അറിയാം ഒച്ചയും ബഹളം പേരിട്ടിക്കുക നമ്മൾ. എന്തൊരു കഥ ഇതെന്ന് അറിയാം. അതിലൊരു ഫാത്തിമനെ ആയിഷനെന്ന് നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ നല്ല പേരിടുക. അവിടെ ഈ കുട്ടി പറഞ്ഞു, അമീറൽ മുഅ്മിനീൻ, എനിക്കിട്ട പേര് ജുഅൽ എന്നാണ്. 3ാമത് കുട്ടിയുടെ പരാതി എന്തെന്നറിയുമോ? അമീറൽ മുഅ്മിനീൻ, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? ഈ ബാപ്പയെപ്പറ്റി നിങ്ങൾക്കറിയുമോ? ഇന്നേ വരെ പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം എനിക്കെൻ്റെ ബാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല.
അതോടെ ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ നേരെയാണ് തിരിയുന്നത്. ഈ കുട്ടിയെ നിങ്ങൾ ഇനി ശകാരിക്കരുത്, പൂർണ്ണമായ ഉത്തരവാദി നിങ്ങളാണ്. എന്തൊക്കെ മകന് കൊടുക്കണമോ അതൊക്കെ കൊടുക്കാൻ നിങ്ങൾ മറന്നുപോയി. ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ പാഠശാല അതൊരു നല്ല ഉമ്മയാകണം. അതൊരു സൗഭാഗ്യമാണ്. അത് ഈ മകന് നഷ്ടമാണ്. പേര് നല്ല പേരാകണം, അതും ഈ പൊന്നുമോന് നഷ്ടമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അതിനായിട്ടുള്ളൊരു സാംസ്കാരിക ബന്ധവും ഈ കുട്ടിക്ക് കൊടുക്കണമായിരുന്നു, അതും ഈ കുഞ്ഞിന് നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മക്കളുടെ നാളേക്ക് വേണ്ടിയുള്ള അവരുടെ നാളെയുടെ നന്മക്ക് അവർ ഉപകരിക്കാൻ പറയുമ്പോൾ പറയട്ടെ, ഈ മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിക്കുക. ആ മക്കൾ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്നവരാകട്ടെ, അതൊരു നന്മയായി മാറട്ടെ. അളിം ബിദിക്രിൻ അൻസലർ റഹ്മാനു ഫഹുവൽ കിതാബുൽ മുഅ്ജിസുൽ ഫുർഖാനു ഹുവ മുഖ്രിജുൽ ഇൻസാനി മിൻ ظلم إلى نور بذلك يهتدي الحيران ينبوع علم فيه كل ينبغي عرفانه كي يفلح الإنسان. ആ ഖുർആൻ പഠിപ്പിക്കണം കുട്ടികൾ. അതൊരു ചർച്ചയാകണം നമ്മുടെ വീടുകളിൽ. എന്തോ അറിയില്ല, നമ്മളെ പേരിൽ അങ്ങനത്തെ ചർച്ചയൊന്നുമില്ല, കുറവാ അല്ലേ? ടൈല് എങ്ങനത്തെ ഇടണ്ട്, AC വാങ്ങുമ്പോൾ ഏതാ കമ്പനി വേണ്ടത്, കാറ് വാങ്ങുമ്പോൾ ഏതാ കമ്പനി വേണ്ടത്, ഗേറ്റിന് അടിക്കേണ്ട പെയിൻ്റ് ഏതാണ്, ഈ ജാതി വർത്താനല്ലാതെ ഇങ്ങനൊരു വർത്താനം ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാക്കണം. അത് നമ്മളെ കുടുംബത്തിലെ ചർച്ച പോലും അങ്ങനെ ആകണം ചില ചർച്ചകൾ, സംശയമൊന്നും വേണ്ട. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നല്ലോ അത്. പുണ്യ നബി അതാ നമ്മളെ പഠിപ്പിച്ചത്. ആയിഷ ബീവിയോടൊക്കെ നബി ചർച്ച ചെയ്യുന്ന ചില സംഗതികൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതം തോന്നിപ്പോകും. മനോഹരമായ ചില ചർച്ചകൾ, അതിൽ ഖുർആൻ, അതിൽ മനുഷ്യ ജീവിതം, അതിൽ പരലോകം, എല്ലാം ഒത്തിണങ്ങിയ ചർച്ചകളാണ് വരുന്നത്. അത് കേട്ട് വളരുന്ന മക്കളിൽ വലിയ മാറ്റമുണ്ടാകും. രാത്രിയിൽ ഒരു ദിവസം ആയിഷ ബീവിയുടെ കൂടെ കിടക്കാൻ നബി. അന്ന് ആയിഷയുടെ കൂടെ കിടക്കേണ്ട ദിവസമാണ്, ആയിഷക്ക് അനുവദിച്ച രാത്രിയാ. ആയിഷ ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞു ആയിഷ ഉണർന്നു. തൊട്ടടുത്ത ആ ഇരുട്ടത്ത് ഇങ്ങനെ തപ്പി നോക്കുമ്പോ അള്ളാന്റെ റസൂലിനെ കാണുന്നില്ല. പെട്ടെന്ന് ആയിഷക്ക് കോപമായി. ഇന്നെനിക്ക് അനുവദിച്ച രാത്രി എന്നെ ഉറക്കിക്കിടത്തി എൻ്റെ നബി എങ്ങ് പോയി. ബഹുഭാരിത്വത്തിന്റെ കാലമാണ്, അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയി. വേറെ ഏതെങ്കിലും സഹധർമ്മിണിയുടെ അടുത്ത് ഈ രാത്രി എന്നെ ഒറ്റക്കാക്കി എൻ്റെ നബി പോയി എന്ന് കരുതിയതാണ്. ആ കോപവും ദേഷ്യവും ഈർഷ്യതയും ആയിഷ ബീവിയുടെ മനസ്സിൽ തളം കെട്ടി. ആയിഷ മെല്ലെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന രംഗമാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, ബഖീഇന്റെ ഖബർസ്ഥാൻ, അന്ന് നിലാവുള്ള രാത്രി. ആ ഖബർസ്ഥാനിൽ നിന്നൊരു തേങ്ങൽ കേൾക്കുന്നു. ഇന്നമാ അന ഷഹീദ് വ ഇന്നന്നാസ കുല്ലുഹും ഇഖ്വതീ. ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ റസൂല് രാത്രി അങ്ങോട്ട് പോയതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നബി തിരിച്ചു വരികയാണ്. അപ്പോഴേക്ക് ആയിഷക്ക് ഉള്ളിൽ കുറ്റബോധമായി. റബ്ബേ, ആരെപ്പറ്റിയാണ് ഞാൻ വെറുതെ ഓരോന്ന് കരുതിയത്? എൻ്റെ നബി എങ്ങും പോയിട്ടില്ല, ഞാൻ ഉറങ്ങി എന്ന് കരുതിയിട്ട് ഖബറാളികളുടെ അടുത്തേക്ക് പോയതാണല്ലോ എൻ്റെ നബി. പിന്നെ ആ നബി ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴേക്ക് ആയിഷ ബീവിക്ക് അല്ലാഹു ഒരു തലവേദന കൊടുത്തു, അസഹനീയമായ തലവേദന. അസ്സുദാർ, ഗാംഭീര്യമുള്ള ഒരു തലവേദന. ആ തലവേദന നബിയോട് പറയാൻ ആയിഷ കാത്തിരുന്നു. റസൂലുള്ളാഹി അങ്ങനെ കടന്നു വന്നു. ആയിഷ എഴുന്നേറ്റിരിക്കുകയാണ്. എന്താണ് ആയിഷ സംഭവിച്ചത്? അള്ളാന്റെ റസൂലെ, എനിക്ക് വല്ലാത്ത തലവേദന തോന്നുന്നു. അള്ളാന്റെ റസൂലിന് അപ്പൊ ആയിഷയോട് പറയാ, ആയിഷ അത്ഭുതമാണ്, എനിക്കും നല്ല തലവേദനയാണ്. എന്തോ ഒരു തലവേദനയാണ് ആയിഷ ഇന്നത്തെ രാത്രി എന്ന് നിനക്കറിയുമോ? രണ്ടുപേർക്കും തലവേദനയാണ് അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ആകെ വക്കാണായിട്ടുണ്ടാവും. ജിൻക്ക് തലവേദന അറിയുമ്പോൾ തന്നെ എനക്കൊരു തലവേദന, മുണ്ടണ്ണനോട് പറഞ്ഞിട്ട് അല്ലേ?
എനിക്ക് പല്ലുവേദന അറിയുമ്പോൾ തന്നെ എനിക്കൊരു പല്ലുവേദന, ആ ജാതി എൻ്റെ ഒപ്പം വേദനിക്ക് തന്നെ വേണ്ടാന്നിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക അല്ലേ? സ്നേഹം പോലും അങ്ങനെയാണ് പലപ്പോഴും പങ്കുവെക്കണത്. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കുക, പിന്നെ തലവേദനയാണ്, ഒരു ഗുളിക ഏതെങ്കിലും ഒരു ഗുളിക എടുത്ത് കുടിച്ചുവിടുന്നു. ഒരു ഗുളികകൾ തിരഞ്ഞിട്ട് ഇങ്ങനെ കണ്ടെത്തിയിട്ട് ഫെബ്രുവരി 4 ആയിക്കൊള്ളുന്നത്, ഇതിപ്പോൾ ഡിസംബർ 31 വരെ എക്സ്പീരി കഴിഞ്ഞാലും വേണ്ട, ഒരു 3-4 അടുത്താണ് കുടിച്ചുവിടുന്നൊക്കെ പറയുന്ന കാലഘട്ടമാണെന്ന്. അന്ന് അങ്ങനെയല്ല. അന്ന് ഈ നബി പറഞ്ഞ എന്താണെന്നറിയും? ആയിഷ, നീ എന്തിന് വിഷമിക്കണം? നിനക്ക് തലവേദനയുണ്ടെന്ന് കരുതി നീ എന്തിന് വിഷമിക്കണം ആയിഷ? എനിക്കും തലവേദന അല്ലാഹ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, നീ എന്തിന് ഭയപ്പെടണം ആയിഷ? നിനക്ക് ഞാനുണ്ടല്ലോ ആയിഷ. ലൗ മുത്തി ഖബലി, എനിക്ക് മുമ്പെങ്ങാനും നീ മരണപ്പെട്ടാൽ ലഗസൽതുകി, നിന്നെ ഞാൻ കുളിപ്പിക്കും ആയിഷ. വകഫൻതുകി, നിന്നെ ഞാൻ തന്നെ കഫൻ ചെയ്യും ആയിഷ. വദഫൻതുകി, നിന്നെ ഞാൻ തന്നെ മറവ് ചെയ്യും ആയിഷ. ഭാര്യക്ക് ഭർത്താവിൻ്റെ മയ്യത്തും ഭർത്താവിന് ഭാര്യയുടെ മയ്യത്തും കുളിപ്പിക്കാമെന്നതിന് തുറുമുതി ഉദ്ധരിക്കുന്ന ഈ ഹദീസാണ് തെളിവ് പിടിക്കാറുള്ളത്. ഇതാണ് ഹദീസ്. അതിൻ്റെ സാഹചര്യം നോക്കൂ. ഞാൻ പറഞ്ഞു തന്ന അവരെ ചർച്ചകൾ പിന്നെ നോക്കൂ. ഖുർആൻ ചർച്ചകളാകുന്ന രാത്രികൾ ഇതൊരു മഹാസൗഭാഗ്യമാണ്. ഇതേ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ റസൂലുള്ളാഹി തലവെച്ച് കിടക്കുന്ന ഒരു ദിവസം, അന്ന് ആയിഷ ബീവി അള്ളാഹിന്റെ റസൂലിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ആയിഷ ബീവിക്ക് നബി പറഞ്ഞു കൊടുക്ക, ആയിഷ, ഈജിപ്തിലെ ഒരു സുന്ദരന്റെ കഥ നിനക്കറിയുമോ? ഖുർആൻ പറഞ്ഞു കൊടുത്ത കഥ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക. വഹയായിട്ട് നബിയെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കഥ ഞാൻ പറഞ്ഞു തരികയാണ്. യൂസുഫ് നബിയുടെ കഥ, മനോഹരമായ കഥ. ആ കഥ ഇങ്ങനെ പറയാ. അങ്ങനെ യൂസുഫിന്റെ സൗന്ദര്യം പറഞ്ഞു ആയിഷ ബീവിയോട്. ആയിഷ, എന്തൊരു സുന്ദരനാണ് യൂസുഫ് എന്ന് നിനക്കറിയുമോ? യൂസുഫ് കൊട്ടാരത്തിലൂടെ അങ്ങനെ നടന്നപ്പോ ആ പെണ്ണുങ്ങൾ, അവിടുത്തെ ഈജിപ്തിലെ പെണ്ണുങ്ങൾ, അവരുടെ കൈവിരലുകൾ അറിയാതെ വെട്ടിപ്പോയി. ഖുർആൻ, വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറുൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇത് മനുഷ്യനല്ല, ഇതൊരു മഹാനായ ഇതൊരു മഹാനായ മലക്കാണ്. എന്തൊരു സൗന്ദര്യമാണ്. അങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ അന്ന് യൂസുഫ് നബിയെ പറ്റി പറഞ്ഞത് അല്ലേ? അവിടെ ആയിഷ ബീവി ആ നേരത്തെ പറഞ്ഞ വർത്താനം എന്താ? നമ്മളെ ഭാര്യമാരാണ് എന്താ പറയുക, അങ്ങനെ തന്നെ മനുഷ്യന്മാരുണ്ടാകും, നിങ്ങളെ മാതിരി ചേലും കോലല്ലാത്ത ആരേലും ഇവിടെ ഉണ്ടാകുമെന്ന്. അതല്ല ആയിഷാവിൻ്റെ വർത്താനം. ആയിഷ നേരത്തെ നബിയുടെ മുഖത്തേക്കൊരു നോട്ടം, ആ നോട്ടത്തിൽ സ്നേഹമാണ്. ആ നോട്ടത്തിൽ സകല വികാരങ്ങളും സന്നിവേശിപ്പിച്ച സമ്മിശ്ര രംഗമാണ്. ആയിഷ ബീവി നബിയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈജിപ്തിലെ പെണ്ണുങ്ങൾ നിങ്ങളെയാണ് കണ്ടിരുന്നതെങ്കിൽ അവരവരുടെ ഹൃദയം തന്നെ വെട്ടിക്കളയുമായിരുന്നു. യൂസുഫിനേക്കാൾ സുന്ദരനാണ് നിങ്ങൾ, എനിക്ക് സുന്ദരൻ നിങ്ങളാണ്. അതാ ദാമ്പത്യം. ചൊർക്കില്ലെങ്കിലും ചൊർക്കുണ്ട് എന്ന് പറയണം പരസ്പരം. അതാ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ അതിനർത്ഥമുള്ളത്? അതുകൊണ്ട് ആ നല്ല വർത്തമാനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകണം നമ്മുടെ മക്കൾക്ക്. ആ മക്കളാ മാതാവിൻ്റെയും പിതാവിൻ്റെയും നല്ല വർത്തമാനം കേട്ട് ഇങ്ങനെ വളരണം. അത് സൗഭാഗ്യമാകണം. അതേ സമയത്ത് നല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് മൂടിവെക്കണം. മക്കളറിയരുത്. മക്കളോട് ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം ഭാര്യ പറയരുത്, ഉമ്മയുടെ കുറ്റം ബാപ്പയും പറയരുത്. നമ്മളെ നാട്ടിൽ അതിന് ചിലപ്പോൾ നേരെ വിപരീത. ചില ഉമ്മാർ കുട്ടികളോട് പറയടാ എൻ്റെ വാപ്പ ഒരു പൊട്ടനാടാ, അങ്ങനെ ഈ കാണണമായിരുന്നല്ലോ, ഒരു പൊട്ടനാടാ എൻ്റെ വാപ്പ. എങ്ങനെ ശരിയാകുക? ഇവൻ വാപ്പാന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊട്ടാന്നാണ് അതിന് മനസ്സിൽ വരുന്നത്. കാരണം ഉമ്മ പഠിപ്പിച്ചെന്നിക്കണം അങ്ങനെയാണ്. സ്ഥലം ഓരി വെച്ചപ്പോഴേ, പാർട്ടീഷൻ കഴിഞ്ഞപ്പോഴേ, ആ എവിടെ വെച്ചാൽ തന്നോളൂ, എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തു. ഇവരല്ലേ ആൾക്കാർ. ഒരു പിന്നിലാണ് സ്ഥലം കൊടുത്തു, ബാക്കി നല്ല വില കിട്ടുന്ന സ്ഥലം കളന്നിട്ട് നാട്ടിലുള്ളവരാണ് കൈകാര്യം ചെയ്തു. ഇപ്പം ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പിന്നിലൊരു 10 സെൻറ്റാണ് എനിക്കുള്ളത്. അത് വില കെട്ടി നോക്കുമ്പോൾ വിൽക്കാൻ കാലത്ത് മുമ്പിലുള്ള സെൻറ്റിനൊക്കെ ഒരു സെൻറ്റിന് 50 ലക്ഷം കിട്ടുമ്പോൾ പിന്നിൽ 10 ലക്ഷം കിട്ടുന്നത്. മാനസിക പ്രശ്നം തുടങ്ങൂലേ? ഇത് മനസ്സിൽ വെച്ചിട്ട് ഭാര്യ ഇടക്കിടക്ക് സാമ്പത്തിക അഭിവൃദ്ധി പ്രയാസങ്ങൾ വരുമ്പോൾ ഭാര്യ ഇയാളോട് പറയും, നിങ്ങൾ എന്തൊരു പൊട്ടപ്പണിയാന്ന് കാട്ടിയത്, നിങ്ങൾ പൊട്ടൻ തന്നെയാണ്.
ഇത് ഈ ടെൻഷൻ ഇവിടെ മനസ്സിന്ന് പോകൂല. അത് കുട്ടികളോടും പറയും അല്ലേ, എന്തൊരു പൊട്ടനാടാ എൻ്റെ വാപ്പാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല, ഒരിക്കലും പറയരുത്. ചില വാപ്പാരും അങ്ങനെ തന്നെയാണ്. ഉമ്മാരെ പറ്റി പറയാ, എൻ്റെ ഉമ്മാനെ കെട്ടിനാലേ ഞാൻ ഇടങ്ങാറായി. കുടുങ്ങിയോ? ആ കുടുംബം നന്നാവില്ല, ആ മക്കളും നന്നാവില്ലട്ടാ. ഒരിക്കലും അത് പറയാൻ പാടില്ല. അവിടെ ആ മക്കൾ നല്ല സംസ്കാരത്തോടുകൂടി വളരണം. ഉമ്മയുടെയും ബാപ്പയുടെയും സ്നേഹം കണ്ടിട്ട് മക്കൾ വളരണം. ആ മക്കളിൽ നന്മയുണ്ടാകണം. ആ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 നേരം നമസ്കരിക്കണം. ആ ചർച്ചകളിൽ ആ മക്കളുണ്ടാകണം. അവർ ഖുർആൻ നന്നായിട്ട് ഓതണം, അത് പഠിക്കണം. അത് മാത്രമല്ല, ഈ മാതാവിനും പിതാവിനും വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കാനുള്ള ഒരു മനസ്സവർക്ക് തോന്നണം. ഉമ്മ ബാപ്പമാരെ സംരക്ഷിക്കാൻ എന്തൊക്കെ കൊടുത്താലും പകരമാവില്ലെന്നറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സവർക്കുണ്ടാകണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എൻ്റെ ബാല്യകാലത്തെൻ്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചെൻ്റെ മാതാപിതാക്കളോട് റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് ദുആ ചെയ്യാൻ, പ്രാർത്ഥന നേരാൻ. അങ്ങനെ വരുമ്പോ ഈ മക്കള് സൗഭാഗ്യമായി മാറും. ആ മക്കൾക്ക് ഉമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാകും, മാതാക്കളുടെ പ്രാർത്ഥനയുണ്ടാകും, പിതാക്കളുടെ പ്രാർത്ഥനയുണ്ടാകും. ഇത് യഹ്യ ബിൻ ഷറഫ് എന്ന കുട്ടിയുടെ ബാല്യകാലമാണ്. ആ കുട്ടി ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടി വെള്ളത്തിനോടിപ്പോയി. ഇന്നത്തെ പോലെ ടാപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടാത്ത കാലമാണ്. ദൂരെ എവിടെയോ പോയിട്ട് വെള്ളം കോരി കുട്ടി ഉമ്മാക്ക് കുടിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഉമ്മ ഉറക്കത്തിലേക്ക് വീണുപോയി. പകലന്തിയോളം പണിയെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ക്ഷീണം ഈ കുട്ടി അങ്ങനെ ഓർത്തോ. ആ കുട്ടി കരുതി ഉമ്മ സ്വയം ഉണരുമ്പോ കൊടുക്കാം വെള്ളം. വെള്ളപ്പാത്രം പിടിച്ചിട്ട് കുട്ടി ഉമ്മയുടെ അടുത്തിങ്ങനെ നിന്നു. ഉമ്മ ദീർഘമായി ഉറങ്ങിയെന്നാണ് ചരിത്രം. അർദ്ധരാത്രി പിന്നിട്ടു. ഉമ്മ ഞെട്ടി ഉണർന്നു. ഉണർന്നിട്ട് നോക്കുമ്പോ ഉമ്മ കാണുന്ന ഒരു കാഴ്ച, പൊന്നുമോൻ വെള്ളപ്പാത്രം പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഉമ്മയുടെ നെഞ്ച് പൊട്ടുന്ന പോലെ മക്കൾക്ക് വേണ്ടി ലോകത്ത് ഒരു ഹൃദയവും പടയൂല. ഉമ്മ കരയാൻ തുടങ്ങി. പൊന്നുമോനെ, ഇതുവരെയും നീ ഇങ്ങനെ നിൽക്കുകയായിരുന്നോ? നഅം നഅം യാ ഉമ്മി, അതെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു ഉമ്മ. നിങ്ങൾ ഉണരുമ്പോ തരണം എന്ന് കരുതി ഞാനിങ്ങനെ നിന്നതാണ്. അത് കേട്ടപ്പോഴാണ് ആ ഉമ്മ കരഞ്ഞുപോയി. ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് ആ ഉമ്മാക്കൊരു തേട്ടമുണ്ട്. അല്ലാഹുവേ, എൻ്റെ പൊന്നോമന മകനെ നീ നന്നാക്കണമേ. അള്ളാന്റെ അർശിന് പോയി തട്ടുന്ന ദുആയാണ്. ആ പ്രാർത്ഥന അള്ളാഹ് അങ്ങനെ സ്വീകരിക്കുന്നതാണ്. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം നവവി റഹിമഹുള്ളയുടെ ബാല്യകാലം വായിക്കുമ്പോൾ ഈ ഉമ്മയുടെ പ്രാർത്ഥന പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മക്കൾ നാളേക്ക് വേണ്ടി നമുക്ക് വേണോ? അതുകൊണ്ട് അവരെ ഞാൻ ആദ്യം പറഞ്ഞ സ്നേഹം അവർക്ക് കൊടുക്കണം. ആ സ്നേഹം അവർക്ക് കൊടുക്കുമ്പോൾ അതവർ തിരിച്ചു തരും. അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. നമ്മൾ പള്ളിയിലേക്ക് സുബഹിക്ക് ഇങ്ങനെ പോകും പോരാ, അവരെ നമ്മളെ കൂട്ടിന് കൊണ്ടുപോകണം. ഇന്നത്തെ കാലം എന്താ നിങ്ങൾ, കുട്ടികൾ എപ്പോഴാ ഉറങ്ങാൻ കിടക്കലെന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതമാണ്. പണ്ടൊരു വല്യമ്മ പറഞ്ഞു, എൻ്റെ ചെറുക്കന് കറാമത്ത് തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്തേ ചോദിച്ചപ്പോൾ, ഞാൻ രാത്രി 2:30 മൂത്രയിക്കാന്ന് ചോദിച്ചപ്പോൾ ഓൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നൊരു വെളിച്ചം ഇങ്ങനെ കണ്ടു. അല്ലാ, എന്താന്നാവോ, ഒന്നുമല്ല, മൊബൈലിൽ തോണ്ടി കിടക്കുക പഹേനെ. സംഭവം അതാണ്. പുതപ്പിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഇങ്ങനെ കണ്ടപ്പോൾ തള്ള വിചാരിച്ചു എന്തോ ഒരു കറാമത്ത് അവിടെ ഇറങ്ങുകയാണെന്ന്. ഒന്നുമല്ല. നേരം വെളുക്കുമ്പോൾ 2:30 മണിക്കും 3 മണിക്കും കുട്ടികളുടെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? റസൂലുള്ള പറഞ്ഞൊരു കൾച്ചറുണ്ട് നമുക്ക്, നം ബാക്കിറൻ, നീ നേരത്തെ ഉറങ്ങിക്കോ, വഖും ബാക്കിറൻ, നീ നേരത്തെ എഴുന്നേറ്റോ. അതൊരു കൾച്ചറാകണം. അതിന് നമ്മളാൾക്കാർ വലിയ അഭിമാനം പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങളെപ്പോഴാ ചോറിനൽ? ഞങ്ങൾ രാത്രി 11 മണിക്കാണ് ചോറിനല്ലേ. നിങ്ങളൊക്കെ 11 മണിക്കല്ലോ, ഞങ്ങളൊക്കെ 12:15 ചോറിനുള്ളൂ. അപ്പോൾ ആരാതിരെ മുന്തിയ ആൾക്കാർ? അങ്ങനെ ഒരു കൾച്ചറേ ഇസ്ലാമിലില്ല കേട്ടോ. ഇവിടെ വിവരമുള്ള ആളുകളുണ്ടാകും. ഇഷാ ഭക്ഷണത്തിൻ്റെ നേരത്ത്, അല്ലെ ഇഷാ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പോ ശേഷമോ അറബികൾ കഴിച്ചിരുന്ന ഭക്ഷണമാണ് അഷാ എന്നാണ് അതിന് അറബിയിൽ പേര്. ഹദീസ് പരിശോധിച്ചാൽ അതാ കാണുക, അഷാ എന്നാണ് ആ പദം. അല്ലാതെ അതിങ്ങനെ ഇപ്പം കണ്ടിട്ടില്ല നിങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ യാത്ര തുടങ്ങിൻ്റെ 10 മണിക്കാവിൻ്റെ യാത്ര, ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മളെ ചെറുക്കന്മാരിങ്ങനെ പ്രീക്കന്മാരിങ്ങനെ കോഴി തിന്നണം ഇങ്ങനെ കണ്ടു പോകലായ. നേരം മുളുക്കോളം തീറ്റയാണ് ലോകത്ത് നിന്ന്. എന്തൊരു കഥ ഇത്!
നേരം വെളുക്കോളം തിന്നാ. കോഴികളാണെങ്കിൽ വലത്തിയതും പൊരിച്ചതും അങ്ങോട്ടാക്കിയതും ഇങ്ങോട്ടാക്കിയതും എന്താ കഥ. പുതിയ പുതിയ പേരുകളിട്ടിട്ട് ഇങ്ങനെ അത് ഈത്തപ്പഴത്തെ മരമൊക്കെ മുമ്പിൽ വെച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിന് 2 ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതൊരു കച്ചവടം ഭയങ്കരമാണ്. രാത്രി ഇങ്ങനെ ഇവിടുന്ന് വരിക ഇവരെ കഥ എന്താ? ഈ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം നമ്മളെ മക്കൾ. പുതിയ കാലം കണ്ണീരാണ് ആ മക്കൾ കുടുംബത്തിന് കൊടുത്തത് അല്ലേ? ഒരു സ്നേഹം മാത്രമല്ല, സ്വസ്ഥത ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾ ഇങ്ങനെ വിചാരിച്ചിരുന്നല്ലോ കുറച്ച് ആൺകുട്ടികളായ സുഖമായിരുന്നു. ഒരു സുഖമല്ല കൂട്ടരെ, ഖേദമാണ്, ദുഃഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില മക്കൾ ഇന്ന് വാപ്പാരെ പേടിപ്പിക്കണ എന്താണെന്നറിയോ? വാപ്പ സുബഹിക്ക് പോവുക, അപ്പോൾ മകൻ പറയാ, ഒരു ദിവസം വാപ്പ മകനെ വിളിച്ചു, അന്ന് വരെ എങ്ങനെയൊക്കെ പോന്നു. പിറ്റേ ദിവസം ഇപ്പം വാണിങ് കൊടുക്കുക വാപ്പാക്ക്. എന്താ അറിയോ? നാളെ നിങ്ങൾ സുബഹിക്ക് പോകുകയാണെങ്കിൽ പോയാൽ മതി. നിങ്ങളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കേക്ക് പറഞ്ഞിട്ട് കുരച്ചിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് പേടിയായി വാപ്പാക്ക്. കാലാതാണ്. കാരണം ആകെ മാത്രമേ ഉള്ളൂ ഒരു മാണിക്കല്ല പെരയിൽ. പുതിയ കാലാതാ. എന്താ ചെയ്യാ? പണ്ടത്തെ വാപ്പാരേ കുട്ടികളോട് ഒരുത്തം വാപ്പാനോട് മുള്ളെടുത്ത് വരികയാണെങ്കിൽ തന്നെ ചിലക്കാതെ ഇറങ്ങിപ്പോടാ എൻ്റെ പെരയിന്ന് പറഞ്ഞിരുന്നൊരു വാപ്പുണ്ടായിരുന്നു. ഇതാ 6 മക്കൾ എനിക്ക് വേറെ ഉണ്ടെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയെന്ന് അന്നത്തെ വാപ്പാക്ക്. ഇന്നത്തെ വാപ്പാക്ക് ഇല്ലല്ലോ. 70 80 കുടുംബാസൂത്രണം നമ്മളെ കുടുംബങ്ങളെയാണ് പിടികൂടി. പുതിയ തലമുറയുടെ അവസ്ഥ എന്താ? പെരയിൽ ആകെ ആണും പെണ്ണുമായിട്ട് ഒരുത്തനേ ഉള്ളൂ. അതുകൊണ്ട് ഓൻ പറഞ്ഞതിന് കീഴിലാണ് നിൽക്കുക ആ പേര. കാരണം ഓൻ എന്തെങ്കിലും ചീത്ത അറിയണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഭാര്യ വേഗം ചെവിടെ അവിടെ വന്നിട്ട് ഒന്നും പറയില്ലിട്ടാ, നിങ്ങൾ ഓനൊന്നും പറയല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഒന്നും പറയണമില്ല, ഒന്നും പറയണില്ല. ഇവൻ എന്നിട്ട് ആ പാവം വാപ്പ സുബഹിക്ക് പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പേരയിൽ ഒരു കള്ളം പോണ മാതിരിയാ പോണത്. മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ ലൈറ്റ് ഇടാതെ വാതിലൊക്കെ കടക്കുമ്പോൾ മെല്ലെ ഇങ്ങനെ ആക്കി സുബഹിക്ക് പോവുക. കാരണം എൻ്റെ കുട്ടി ഉറങ്ങുകയാണ് അവിടെ. ഒരുപാട് കോഴ്സ് പഠിക്കുക. അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണ്ട, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ ശരീരത്തെ നരകത്തുനിന്ന് കാത്തോ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തുനിന്ന് കാത്തോ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. ഉഇദ്ദത്തിൽ കാഫിരീൻ, നിഷേധികൾക്ക് വേണ്ടി അല്ലാഹു അത് ഒരുക്കി തയ്യാർ ചെയ്ത് വെച്ചു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവര് നമ്മുടെ ജീവിതത്തിൻ്റെ പൂക്കളാകണം. ദുനിയാവിലും ആഖിറത്തിലും അവർ നമുക്ക് ഉപകാരമുള്ളവരാകണം. നമ്മൾ നാളെ മരിക്കുമ്പോൾ നമ്മളെ കുളിപ്പിക്കാൻ മുന്നിൽ വരുന്ന മകനെ നീ എത്ര ഭാഗ്യവാൻ, ആ പിതാവ് എത്ര ഭാഗ്യവാൻ. മയ്യത്തായിട്ട് പള്ളിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആരാണ് ഇമാമ് നിൽക്കാനെന്ന് ചോദിക്കുമ്പോഴേക്ക് അവിടെ ഒരു മകൻ വരുമ്പോ അതൊരു സൗഭാഗ്യമാണ്. നെഞ്ച് പൊട്ടിയിട്ടാണ് ആ മകന്റെ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചവനെ എൻ്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ. ബാപ്പയുടെ മയ്യത്തൊരു മകൻ കാണുമ്പോ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ആ മകന്റെ നെഞ്ചകം പടക്കുന്നതാണ്. ഈ കയ്യിൽ തൂങ്ങിയിട്ടാണ് ആദ്യമായി പാഠശാലയിൽ പോയത്, ഈ കയ്യിൽ തൂങ്ങിയിട്ടാണ് ആദ്യമായി ഞാൻ അങ്ങാടി കണ്ടത്, ഈ കയ്യിൽ തൂങ്ങിയിട്ടാണ് ജീവിതത്തിൻ്റെ പുതുമ നിറഞ്ഞ കാഴ്ചകൾ ഓരോന്നും ഞാൻ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അള്ളാഹു നിങ്ങളെ തിരിച്ചു വിളിച്ചല്ലോ, അള്ളാഹുവേ എൻ്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ. നെഞ്ച് പടയുന്ന ഒരു മകൻ്റെ ദുആ അത് അള്ളാന്റെ അർശിൽ പോയി തട്ടുന്ന ദുആയാണ്. അതുകൊണ്ട് ആ റസൂലുള്ള പഠിപ്പിച്ചു, ഇദാ മാത ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളല്ലാത്ത എല്ലാം ഒരു മനുഷ്യൻ മരിച്ചാൽ മുറിഞ്ഞുപോയി. മരണത്തിൻ്റെ യാഥാർത്ഥ്യം പൂവണിയുമ്പോ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി ഖബറിൽ പോകുമ്പോൾ 3 കാര്യമല്ലേ കൂടെയുള്ളൂ. അതിലെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് സ്വതഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്, ദാനധർമ്മമാണ്. അത് മസ്ജിദിന്, അതുപോലെ ദീനിൻ്റെ സ്ഥാപനങ്ങൾക്ക്, അതുപോലെയുള്ള സഹായ സഹകരണങ്ങള്. അത് നാളെ ഖബറിൽ കിടക്കുമ്പോ അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമുക്കങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. 2 ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. വെറും ഇൽമല്ലട്ടോ,
ചില അറിവോട്ട് പിത്തനെയാണ് നാട്ടിൽ. അങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടാണ്. നാളെ ആരോ പറഞ്ഞു അലിഫ് പഠിച്ചവനെ അടുപ്പിക്കാൻ പറ്റൂല. അത് ശരിയാ തോന്നിപ്പോയി. മനസ്സിലായോ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില നാട്ടിലൊക്കെ പോയാൽ ചോദിക്കും ഇവിടെ എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അറബി കോളേജിൽ പോയ 2-3 ആൾക്കാരുണ്ട്, ഓലൊരു പിത്തന എല്ലാം ഉണ്ട് ഇവിടെ എന്ന് പാവം നാട്ടുകാർ പറയുകയാണെങ്കിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ ഈർഷ്യത വേണ്ട, അവിടെ കുനിട്ട് വേണ്ട, അവിടെ കുശുമ്പ് വേണ്ട. അള്ളാഹു തന്ന അപാരമായ അനുഗ്രഹത്തിൻ്റെ, ഒരുമയുടെ, സ്നേഹത്തിൻ്റെ, പ്രബോധന വീജിയുടെ സുഗമമായ പ്രവാഹത്തിന് അള്ളാഹു തന്ന അവസരം ഉപയോഗപ്പെടുത്തുക. അവിടെ തൻപോരിമ ഒഴിവാക്കുക. അവിടെയാണ് ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. പിന്നെ ആ കൂട്ടത്തിലെ റസൂലുള്ള പറയാ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം, ആ സന്താനത്തിന്റെ ദുആ നാളെ ഖബറിലേക്ക് എത്തുന്നു. നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കാണുന്ന ഒരു കാഴ്ച റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മല പോലെ പ്രതിഫലങ്ങൾ അയാളെ പിന്നാലങ്ങനെ വരുന്നു. ആ പ്രതിഫലങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോ അത്ഭുതത്തോടുകൂടി അയാൾ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇത്ര വലിയ പ്രതിഫലമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇതൊക്കെ എന്താണ്? ആ നേരത്തെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വിളിയാളം മുഴങ്ങുകയാണ്. ഇതെന്താണെന്ന് നിനക്കറിയുമോ? നീ പോന്നതിൽ പിന്നെ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ദുആയാണ്. ആ മക്കളുടെ പ്രാർത്ഥന, ആ വാത്സല്യ മക്കളുടെ പ്രാർത്ഥന, അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ജന്മം നൽകിയ ബാപ്പ, ആ പിതാവിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും മക്കളുടെ ദുആ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നമുക്കൊരു തുണ വേണോ, ഒരു ഗുണം വേണോ? ഈ മക്കൾ നന്നാകണം. നാളെ ഖബറിൽ പോയി നമ്മൾ കടന്നാലും നമ്മളെ അടുത്ത് വന്നാലും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ. തമുറു അഖാരിബി ജംബാതി ഖബരി കഅന്ന അഖാരിബി ലം തഅരിഫൂനി. അറബ് കവിയുടെ ഭാവനയാണ്. ഞാനിതാ ഖബറിൽ കിടക്കുകയാണ്, എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും എന്നെ അറിയാത്ത പോലെ നടന്നു നീങ്ങുകയാണെന്ന് പറയുന്നത് സത്യം പോലെ. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളുടെ ദുആ പ്രധാനമാണ്. ഈ മക്കൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. മയ്യത്ത് കുളിപ്പിക്കാൻ മാത്രമല്ല, ഖബറിൽ ഇറക്കാൻ മാത്രമല്ല, അത് കഴിഞ്ഞാലും പിന്നെ എന്തിനും ഈ മക്കളുടെ ദുആ പ്രധാനമാണ്. ആ മക്കൾ നാളെ പരലോകത്ത് ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് മാറണം. ആ മക്കൾ നമുക്കെതിരായിട്ട് സാക്ഷി നിൽക്കുന്ന ഒരു ദൗർഭാഗ്യത്തിൽ നിന്ന്, അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കളാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഇരട്ടി നീ അവർക്ക് നൽകണമേ എന്ന് മാതാപിതാക്കൾക്കെതിരെ മക്കൾ ദുആ ചെയ്യുന്ന ഒരു ദൗർഭാഗ്യം നാളെ വരാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമുക്കും ഉപകാരമുള്ളതാകണം. അങ്ങനെ നാളെയുടെ നന്മക്ക് നമ്മുടെ മക്കളുണ്ടാകണം. അനുഗ്രഹീതമായ സ്വർഗലോകത്ത് ഈ മക്കളുടെ കൈപിടിച്ചിട്ടങ്ങനെ കടന്നു പോകാൻ കഴിയണം. അതുകൊണ്ടാണ് ഒരു ദുആ നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ഖുർആൻ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ തരണേ റബ്ബേ. ഞങ്ങളുടെ ഇണകളെ കാണുമ്പോ, ഞങ്ങളുടെ മക്കളെ കാണുമ്പോ കൺകുളിർമ തരണമേ നാഥ. അതൊരു ഖുർആന്റെ പ്രയോഗമാണ്. ഖുർറത്തു അയുൻ, കൺകുളിർമ. അടങ്ങാത്ത സന്തോഷം ഒരു സാധനം കാണുമ്പോൾ വരുന്നതിനാണ് അത് പറയുക. നമുക്കൊരു ഉദാഹരണത്തിലൂടെ തിരിയോന്ന് എനിക്ക് തോന്നണില്ല. 30 കൊല്ലം ഒരാൾ ഗൾഫിൽ നിന്ന് വന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 30 കൊല്ലം എപ്പോഴൊന്നുമല്ല അല്ലേ? അയാൾ ഷൂ വരുമ്പോൾ, അയാളെ ഷോക്സ് ഇങ്ങനെ വരുമ്പോൾ, അയാളെ കാലിൻ്റെ മടമ്പ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്, പടച്ചോനെ ഈ നാട്ടിൽ എനിക്കും പോകണം. നമ്മളെത്ര തേച്ചിക്കാലും കാലിൻ്റെ പിന്നാമ്പുറം വെളുക്കണില്ല. അവിടെയാണ് ഈ ഗൾഫിൽ നിന്ന് വന്നവൻ ഷൂ ഇങ്ങനെ ഒരു ഷോക്സ് ഇങ്ങനെ വരുമ്പോൾ അവൻ്റെ കാലിൻ്റെ പിന്നിലൊരു വെളുപ്പ് കണ്ടിട്ട് നമ്മൾ കൊതിച്ചു പോയൊരു കാലമായിരുന്നു. കണ്ണിന് കുളിർമ തീർന്നില്ല. അന്ന് പെട്ടിയൊക്കെ തുറക്കുമ്പോഴേ പെങ്ങന്മാരൊക്കെ വന്നിട്ടാണ് അന്ന് പെട്ടി തുറക്കുക. ഇന്നത്തെ മാതിരി അങ്ങോട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ വിവരണം അറിയും. പിന്നെ ഗൾഫിൽ നിന്നല്ല, ഗൾഫിക്കും പോകേണ്ടി വരില്ല, അങ്ങോട്ട് വരും വേണ്ടിയില്ല.
അതുകൊണ്ട് എല്ലാവരും വരും 4 പുറം നിൽക്കും, എന്നിട്ട് ഇങ്ങനെ തുറക്കാൻ തുടങ്ങും അല്ലേ. ആ തുറക്കുമ്പോൾ ഓരോരോ സാധനം ഇങ്ങനെ എടുത്തിങ്ങനെ വെക്കുമ്പോൾ ഒരു കണ്ണിനൊരു കുളിർമുണ്ട്. ഒക്കെ പുതിയ പുതിയ കാഴ്ചകളാണ്. ഒരു ഹീറോ പെന്നൊക്കെ എടുത്തിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സ്വർണ്ണ നിറമുള്ള ആ ടോപ്പ് കണ്ടാൽ ഇങ്ങനെ ഒരു കാഴ്ച ലോകത്തിന് വേറില്ല. അതെങ്ങാനും വെച്ചിട്ട് പിറ്റേ ദിവസം സ്കൂൾക്ക് പോകാൻ ഭാഗ്യം കിട്ടിയാണ്ടല്ലോ, അന്ന് രാജാവാ സ്കൂളത്തെ. അതാണ് ആ കാലം. അറിയോ നിങ്ങൾ? അതാണ് ഖുർറത്തു അയ്യുൻ. ഒറ്റ ഉദാഹരണം അല്ലേ മനസ്സിലാവുള്ളൂ. അതാണ് കണ്ണിനൊരു കുളിർമ. ഒരു വെളുത്ത റബ്ബർ ഇങ്ങോട്ട് എടുക്കുമ്പോഴേ അതിൻ്റെ സുഗന്ധം തന്നെ എന്തൊരു അത്ഭുതമായിരുന്നു അന്ന്. ഗൾഫിൽ നിന്നൊരു പ്രത്യേക വാസന ഇങ്ങനെ അല്ലേ. അബുദാബിയിലുള്ളൊരു മാരൻ ഇക്കരെ എത്തണത് എന്താണ്, അകതാരിൽ 1000 ഒക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ട്. പാട്ടൊന്നും ഞാൻ പാടുന്നില്ല. ഏതായാലും നിങ്ങൾ ആലോചിച്ച് നോക്കും, അതൊരു കാലമാണ്. സത്യത്തിൽ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് തോന്നണം. അല്ലാഹ് ഖുർആനിൽ അതാ പറയുന്നത്. നമ്മളെ ഇണകളെ കാണുമ്പോൾ നമുക്കത് തോന്നണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ചോനെ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ തരണം. മകൻ ദൂരെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ അമ്മാക്കും പാപ്പാക്കും ഉള്ളൊരു സന്തോഷം. മകൻ വരുന്നുണ്ട്, ആ കാഴ്ചയിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ. ചില മക്കൾ വരുന്നുണ്ടാ തന്നെ അമ്മ വാപ്പാൻ്റെ മുഖത്ത് നോക്കി അതാ വരുന്നുണ്ടിട്ടാ കഴിഞ്ഞു. ദുനിയാവിൽ ഇനിയൊരു സുഖമില്ല കേട്ടോ. ആകെയുള്ള പ്രതീക്ഷയായിരുന്നു, അസ്തമിച്ചു പോയി. ചില വാപ്പാർ വരുന്ന കാണുമ്പോൾ അമ്മാർ മക്കളോട് പറയണതാ അതിൻ്റെടാ വരുന്നും കിട്ടന്നിട്ടോന്ന്. കഴിഞ്ഞില്ലേ കഥ. ചില ഭാര്യമാരെ കണ്ട ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ എന്താ കഥ? ഓവാലത്തും അങ്ങനെ ഇരിക്കുക. കല്യാണം കഴിഞ്ഞൊരുത്ത് എന്താടച്ച് പെരയിൽ പോകാത്ത ഓളെന്നാണ് ഉറങ്ങിക്കിട്ട് പോകാച്ചിട്ടാണ്. ഓളെന്നാണ് ഉറങ്ങിയിട്ടേ എന്നിട്ട് പോകാം, കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ എന്നാ. ഈ ഡയലോഗ് കേട്ടിട്ട് നേരത്തെ പറഞ്ഞ മാതിരി അങ്ങോട്ട് മടുക്കണം. അത് പറ്റൂല. അവിടെയാണ് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ ഞങ്ങളെ മുത്തഖികൾക്ക് ഇമാമാക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? മക്കൾക്ക് മാതൃകയാക്കണം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. റാസിമാമൊക്കെ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കണം? മക്കൾക്ക് മാതൃകയായി ജീവിക്കാൻ മാതാവിനും പിതാവിനും കഴിയണം എന്നാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ മക്കൾ നാളത്തെ അവരുടെ ഭാവിയാണിത്. നമ്മളന്നത്തെ ഒരു വാശിക്കൈ നമ്മളിങ്ങനെ മുണ്ടാതെ നടക്കുക. ഞാനും എൻ്റെ ഭാര്യയും ഇത് ചെറിയ കുട്ടികളിങ്ങനെ കാണുക. എന്താ പിന്നെ ചെയ്യുക? ആ കുട്ടികൾ നന്നാവും നമ്മൾ പ്രതീക്ഷിക്കണുണ്ടോ? ആ കുട്ടികളിൽ നിന്ന് എന്ത് നന്മ 2 ലോകത്ത് നമുക്ക് കിട്ടാൻ പോണത്? ഒന്നും കിട്ടാൻ പോണില്ല. പണ്ട് സ്കൂൾക്ക് ഇങ്ങനെ പോവുക 2 കുട്ടികൾ, ആങ്ങളും പെങ്ങളും കൂടി സ്കൂൾക്ക് ഇങ്ങനെ പോവുക. വരമ്പത്ത് കൂടെ പണിക്കാരിങ്ങനെ നോക്കുകയാണ് ഈ 2 കുട്ടികളെ. അപ്പോൾ ഇവർ ചോദ്യം ചോദിച്ചിട്ടാണ് പോണത്. ഇന്ത്യൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഓരോ ഉത്തരമൊക്കെ പറഞ്ഞ് വാനമ്പാടി ആര്? സരോജിനി നായിഡു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് പോയിൻ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ പണിക്കാരിങ്ങനെ നോക്കിയിട്ട് ഇതിലൊരു കാരണവർ പറഞ്ഞു ബാക്കിയുള്ളവരോടാ ഒന്ന് നോക്കിയണാടാ, ഞമ്മക്കുണ്ടല്ലോ കുട്ടികൾ പെരയിൽ, ഇങ്ങനെ വേണം കുട്ടികളായാൽ. എന്തോ ഒരു നല്ല മക്കളാ, ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് ഇങ്ങനെ പോണു. ഇങ്ങനെയാണ് കുട്ടികൾ വേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞൊരു രസമുണ്ട്. സ്കൂള് 4 മണിക്ക് വിട്ട് കുട്ടികൾ ഇങ്ങോട്ട് തന്നെ പോരാ വരമ്പത്ത് കൂടെ തന്നെ. അപ്പോൾ കുമ്പിൾ പണി മാറ്റിയിട്ടില്ല. പണി അന്ന് 5:30 മാറ്റുന്ന കാലമാണ്. അന്നത്തെ മാതിരി ബാങ്കിനനുസരിച്ച് പണി മാറ്റൂല. അന്ന് സർവാൻ കൊടുത്ത പണി മാറ്റലൊപ്പ. അന്ന് അങ്ങനെയല്ല, അന്ന് 5:30 മണിക്കാണ് പണി മാറ്റുന്നത് ആ കാലത്താണ്. അപ്പോൾ ഇവരിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരിക. പക്ഷെ രാവിലെ അങ്ങോട്ട് പോയ സ്നേഹമൊന്നും കാണാനില്ല. ഇവർ രണ്ടാളും തല്ലുകൂടിയിട്ടാണ് വരുന്നത്. ഭയങ്കര പ്രശ്നമാണ്. പെങ്ങളെ കുട്ടീനോട് പറയുന്നുണ്ട് അവൻ്റെ ചിറികൾ കിട്ടിയാണ്ടല്ലോ 32 പല്ലും അടിച്ചാണ് കൊഴിക്കും കഴുതേ പറഞ്ഞിട്ട് പിന്നെ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. അതിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാടെ നേരത്തെ രാവിലെ പറഞ്ഞ കാരണവരുടെ കൂടെ കൂടി. അല്ല നിങ്ങളല്ലേ പറഞ്ഞത് കുട്ടികളായ എങ്ങനെ വേണമെന്ന് ഒന്ന് നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഇയാൾക്കൊരു ടെൻഷൻ. എന്തോ ഒരു നല്ല മക്കളെന്ന് വരും. രാവിലെ എന്തോ ഒരു അച്ചടക്കത്തിൽ പോയ മക്കളാണ്. എന്തേ ഇപ്പം ഇങ്ങനെ ആയത്? വരുന്നത് ഒന്ന് നിൽക്കി മക്കളെ, നിങ്ങളവിടെ നിൽക്കി, എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങളെങ്ങനെയല്ലല്ലോ രാവിലെ പോയത് ഇപ്പം എന്ന്. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അഭിനയിച്ച് പോവുകയാണ്, പോയതാണ്. ഇപ്പോഴോ അഭിനയിച്ച് വരികയാണ്. ഇപ്പോൾ രാവിലെ ഒരു ടീച്ചറും കുട്ടിയായിട്ട് അഭിനയിച്ച് പോയതാണ്. ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ട് ഇപ്പം ഉമ്മയും വാപ്പിയായിട്ട് അഭിനയിച്ച് ഞങ്ങളിങ്ങനെ പോരുകയാണെന്നാണ്. ഇതാണ് ഈ കുട്ടികൾ പെരിന്ന് കാണുന്ന അങ്ങനെയാണ്. അവിടെ തിരുത്തൽ ആവശ്യമാണ്. നമുക്ക് തിരുത്തൽ ആവശ്യമാണ്. അവിടെയാണ് ഈ സ്നേഹം. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും, നമ്മളൊക്കെ മരിച്ചു പോവും. മരിക്കുമ്പോൾ താങ്ങും തണലുമായിട്ട് ഈ മക്കളുണ്ടാകണം. ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും നാളെ ഖബറിൽ വെച്ചാലും അല്ലാഹുവേ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ.
മാതാപിതാക്കളെക്കുറിച്ചോർത്ത് കണ്ണ് നനക്കുന്ന മക്കളുണ്ടാകണം. റബ്ബേ, ജീവിതമാകെ ഉരുകിത്തീർന്ന് മെഴുകുതിരി പോലെ എനിക്ക് വേണ്ടി ഉരുകിത്തീർന്ന എൻ്റെ മാതാവിനും പിതാവിനും അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ എന്ന് ഒറ്റ ദിവസമെങ്കിലും പറയാതിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും? പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ അനന്തര സ്വത്തല്ലേ നമ്മൾ ഉപയോഗിച്ചത്? ആ പിതാവ് വിയർപ്പ് വറ്റിച്ച് ഉണ്ടാക്കിയത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പോലും ആ പിതാവിനെ നമ്മൾ മറക്കുന്നുവെങ്കിൽ, ആ മാതാവിനെ നമ്മൾ മറക്കുന്നുവെങ്കിൽ, എന്തോ ഒരു സ്നേഹം ചൊരിഞ്ഞു തന്ന ഉമ്മയാണ് ആ ഉമ്മ എന്ന് നമ്മൾക്കറിയുമോ? മാറിടം ചുരത്തി തന്ന സ്നേഹം മാത്രമോ? ജീവിതത്തിലൊരു സുരക്ഷയുടെ കേന്ദ്രമുണ്ടെന്ന് ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ പഠിപ്പിച്ചത് അത് മാതാവിൻ്റെ സ്നേഹമല്ലെങ്കിൽ മറ്റെന്താണ്? നമ്മളെ ഭാഷ പഠിപ്പിച്ചത് നമ്മുടെ മാതാവാണ്, നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചതും നമ്മുടെ മാതാവാണ്. നമുക്ക് അസുഖമാകുമ്പോൾ നമുക്ക് കരയാൻ അറിയില്ലെങ്കിൽ കണ്ണുനീര് വാർക്കുന്നത് നമ്മുടെ മാതാവാണ്. നമുക്ക് വേണ്ടി എത്രയോ രാവ് ഉറക്കമൊഴിച്ചതും നമ്മുടെ മാതാവാണ്. ഉദരത്തിലിട്ട് വളർത്തുന്ന ഒരു കാലം ഒന്ന് വിസർജിക്കാൻ പോയിട്ട് ബാത്റൂമിൽ നേരാമണ്ണം ഇരിക്കാൻ പോലും കഴിയാതെ എൻ്റെ ഉമ്മ വിഷമിച്ചത് മാത്രം ഒരു മകനെന്ന് ഓർത്താൽ മതി. റബ്ബേ, ജീവിതത്തിൽ തന്നെ എന്തൊക്കെ പരീക്ഷണം ഞാനായിട്ട് എൻ്റെ ഉമ്മക്ക് കൊടുത്തു. അല്ലാഹുവേ, എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ഉമ്മയെ ഓർത്തിട്ട് ആ ഉമ്മ ഇന്ന് ഖബറിൽ കിടക്കുകയാണല്ലോ റബ്ബേ. ആ ഉമ്മ 6 അടി മണ്ണിൽ കിടക്കുന്നു. ആ ഭൂതകാലത്തിൻ്റെ സ്നേഹം എത്ര അത്ഭുതകരമാണ്. 5-8 മക്കളുള്ള വീട്ടിൽ ആ ഉമ്മ കഞ്ഞി വിളമ്പിത്തരുന്ന ചില നേരങ്ങളുണ്ട്. അന്ന് എല്ലാ നേരത്തും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത കാലമാണ്. ഈ പ്രവാസത്തിൻ്റെ നിലാവ് നമ്മുടെ നാട്ടിൽ വരാത്ത കാലമാണ്. അതുകൊണ്ട് എല്ലാ നേരത്തും ഭക്ഷണമില്ല. എപ്പോഴെങ്കിലും മരി കിട്ടുമ്പോൾ അത് കഞ്ഞിയാക്കി വെച്ചിട്ട് അതിൽ വറ്റ് വളരെ കുറഞ്ഞിട്ട് അങ്ങനെ ഒരു കഞ്ഞി വിളമ്പി കൊടുക്കും ഉമ്മ. മക്കൾക്കൊക്കെ നല്ല വറ്റുള്ള കഞ്ഞി കൊടുക്കുമ്പോൾ വെറും കഞ്ഞിവെള്ളം മാത്രം ആ ഉമ്മ മോന്തി കുടിക്കുമ്പോൾ അന്ന് മക്കൾ ചെന്ന് ചോദിക്കും, ഉമ്മ എന്താണ് നിങ്ങളെ കഞ്ഞിവെള്ളത്തിൽ വറ്റില്ലാത്തത്? അന്ന് ആ ഉമ്മ മക്കളോട് സമർത്ഥമായി ഒരു കള്ളം പറഞ്ഞു, മക്കളെ, ഉമ്മാക്ക് ഇന്ന് വറ്റ് ഇഷ്ടമില്ല മക്കളെ. ആമാശയം പൊരിയുന്നുണ്ട് ഇറ്റ് വറ്റങ്ങോട്ട് ചെല്ലാൻ. പക്ഷെ ഈ മക്കളുടെ ദാരിദ്ര്യവും പട്ടിണിയും ഓർക്കുമ്പോ ആ ഉമ്മ മക്കൾക്ക് കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്ന ആ ഉമ്മ മറക്കാനാകുമോ? പ്രിയപ്പെട്ടവരെ, അന്നും പെരുന്നാളുകൾ കടന്നു പോയിരുന്നു, അന്നും തക്ബീറുകൾ മുഴങ്ങിയിരുന്നു, അന്നും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അമ്പിളി തിങ്കൾ കല ശവ്വാലിന്റെ പിറവി ഉദയം കൊണ്ടിരുന്നു, അന്നും ദുൽഹജ്ജ് 10 ചന്ദ്രൻ മാനത്തുണ്ടായിരുന്നു. അന്നത്തെ ഓരോ പെരുന്നാളിന്റെ കഥ നമ്മൾക്കറിയുമോ? ദൂരെ നിന്ന് ആ ബാപ്പ വരുമ്പോ അന്ന് കാത്തിരിക്കുന്ന ഉമ്മയും മക്കളുമുണ്ട്. പാതിര പിന്നിട്ട നേരമാണ്. ഇപ്പൊ വരും ബാപ്പ, ഉറങ്ങിയിട്ടില്ല. തക്ബീർ നാനാഭാഗത്തുങ്ങനെ ആളുകൾ ചെല്ലി ചൂട്ട് കത്തിച്ചങ്ങനെ നടക്കുന്ന കാലം. അപ്പോഴാണ് ബാപ്പ പോയിട്ട് 2 ദിവസമായി. പെരുന്നാളെന്നറിയുമ്പോ എവിടെ നിന്നെങ്കിലും മരിയുമായിട്ട് ബാപ്പ വരും. ആ അരി കൊണ്ടുവന്നിട്ട് അടുപ്പത്തിട്ടിട്ട് വേണം വിശപ്പ് മാറ്റാൻ. ഇന്ന് പകലൊന്നും കഴിച്ചിട്ടില്ല. മക്കളാരും കഴിക്കാത്ത പകല്, ഉമ്മയും കഴിക്കാത്ത പകല്. ദൂരെ നിന്ന് രാത്രി 1-2 മണിയാകുമ്പോ ചൂട്ടും മിന്നിയിട്ട് വരുന്ന ഒരു ബാപ്പയുണ്ട്. ആ ബാപ്പ വരുമ്പോ അന്ന് മക്കളുടെ കണ്ണ് വിടരുകയാണ്. എന്തൊക്കെയോ ബാപ്പ കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ നാളത്തെ പെരുന്നാളിന് വേണ്ടി. അത് കൊണ്ടുവന്നിട്ട് വേണം അടുപ്പത്ത് അരിയാക്കിയിടാൻ. കൊണ്ടുവരുന്ന ആ ബാപ്പയുടെ ചുമലിൽ അന്ന് കുറച്ച് അരിയുണ്ട്. പണിയെടുക്കാൻ പോയിട്ട് കിട്ടിയ അരിയാണ്. ആ അരി കൊണ്ടുവന്നിട്ട് തോർത്തുമുണ്ടിൽ കെട്ടിയിട്ടല്ലേ ആ ബാപ്പ വന്നത്. അതങ്ങനെ ഇറക്കി വെച്ചു കൊടുത്തു ആ ബാപ്പ. പിന്നെ ഓരോ കയ്യിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ കഷ്ടങ്ങൾ ഇങ്ങനെ എടുക്കുക. ഒരു ടവലെടുത്തിട്ട് മകനോട് പറയാ, ഇത് നാളെ നീ തലയിൽ കെട്ടിക്കോ, ഈ പെരുന്നാളിന് ബാപ്പ നിനക്ക് തരാനുള്ള സമ്മാനമാണ്. ഒരു പാവാടയുടെ ശീലയെടുത്ത് മകൾക്ക് കൊടുത്തിട്ട് പറയും, പൊന്നുമോളെ, ഇത് ബാപ്പ നിനക്ക് ഈ പെരുന്നാളിന് തരുന്നതാണ്. അല്ലെങ്കിൽ തലയിലെ ഒരു തട്ടമെടുത്തിട്ട് വേറെ ഒരു മകൾക്ക് കൊടുത്തിട്ട് പറയും, ഇത് നീ തട്ടമാക്കിയിട്ടോ, അല്ലെങ്കിൽ ഒരു തട്ടൻ 2 കഷ്ണമാക്കി മുറിച്ചിട്ടിട്ട് 2 പേർക്ക് വീതിച്ചു കൊടുത്തിട്ട് ഇത് നിനക്കും ഈ പെരുന്നാളിന് എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടൊരു
ഒരു പുഞ്ചിരിയുണ്ട്. ഇപ്പൊ മക്കൾക്കൊക്കെ ആയി, എനിക്കും നിനക്കും ഒന്നും വേണ്ട, ഈ മക്കൾ സന്തോഷിക്കട്ടെ, അവർക്കല്ലേ പെരുന്നാള്. അങ്ങനെ ഭൂതകാലത്തിൻ്റെ ഇല്ലായ്മയിൽ വിഷമിച്ചു പോയ ബാപ്പമാരുണ്ട്. അവർ നാറടി മണ്ണിൽ കിടക്കുമ്പോൾ അള്ളാഹു തന്ന അപാരമായ സൗകര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ ആ തലമുറയെ നമ്മൾ മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അനുഗ്രഹീതമായ സ്വർഗലോകത്ത് ഈ മക്കളുടെ കൈപിടിച്ച് മനോഹരമായ ജീവിതം നമുക്ക് നയിക്കണം. ആ മക്കൾ നാളേക്ക് വേണ്ടി, നാളെയുടെ പ്രഭാതത്തിന് വേണ്ടി, പരലോകത്തെ സൗഖ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി ഖുർആൻ അറിയുന്ന, 5 നേരം നമസ്കരിക്കുന്ന, ഉമ്മ ബാപ്പമാരെ പരിഗണിക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആ നല്ല മക്കൾ നമുക്കുണ്ടാകണം. അതൊരു മഹാസൗഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. യാക്കൂബ് നബിക്ക് യൂസുഫ് നബി ഉണ്ടായ പോലെ, ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി ഉണ്ടായ പോലെ, ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖ് വന്നണഞ്ഞ പോലെ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ അത്ഭുതങ്ങൾക്ക് പിന്നാലെ ഓരോരുത്തർ വന്നണഞ്ഞ പോലെ ഒരിക്കലും നൂഹ് നബിക്ക് മകനുണ്ടായ പോലെ ആകരുത്. അത് പരീക്ഷണമാണ്, അത് പ്രയാസമാണ്. അങ്ങനെ ആകാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ അനുഗ്രഹം നിറഞ്ഞ സ്വർഗലോകത്ത് ആനന്ദ തുന്തിലമായിട്ട് കടന്നു പോകണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നില്. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അസുഖങ്ങളില്ലാതെപ്പോഴും സന്തോഷമാ, അസ്വാജുമൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ. കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട. ആ മനോഹരമായ സ്വർഗത്തിൽ അണയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ബാപ്പയെയും ഉമ്മയെയും നമ്മളും മറക്കാതിരിക്കുക. കുഞ്ഞുനാളിൽ ഭക്ഷണം വാരിത്തന്നവരാണല്ലോ അവരെന്ന് മറക്കാതിരിക്കുക. ഇന്ന് വാർദ്ധക്യം ബാധിച്ച് ബാപ്പയോ ഉമ്മയോ കിടക്കുമ്പോൾ ഒരു പിടിച്ചോർ അവരുടെ വായിൽ കൊടുക്കുമ്പോൾ കണ്ണ് നനയാത്ത വല്ല മക്കളുമുണ്ടോ റബ്ബേ? ഒരു ജീവിതത്തിൻ്റെ ബാല്യം മുഴുവൻ എനിക്ക് വേണ്ടി ഉരുട്ടിത്തന്ന എൻ്റെ പുണ്യമാക്കപ്പെട്ട ഉമ്മയാണല്ലോ റബ്ബേ ഇത്. നമ്മുടെ മരുന്ന് വായിൽ വെച്ച് തന്നത്, നമുക്ക് വസ്ത്രം ജീവിതത്തിൽ ആദ്യമായി അണിയിച്ച് തന്നത്. ഇപ്പം നമുക്ക് സ്വകാര്യതയുണ്ട്, നമുക്ക് നമ്മുടേതായ റൂമുകളുണ്ട്, നമ്മുടേതായ സ്വപ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലത്ത് നമുക്ക് വസ്ത്രമണിയിച്ച് തന്നതാര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ്, അതാണ് നമ്മുടെ ഉമ്മ. ആരാണ് നമ്മളെ കുളിപ്പിച്ച് തന്നത്? ആരാണ് നമ്മളെ വൃത്തിയാക്കി തന്നത്? അതൊക്കെ നമ്മുടെ ഉമ്മ മാത്രമാണ്. ആ ബോധമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാളെ പരലോകത്തേക്ക് യാത്ര പോകുമ്പോൾ ഈ കുടുംബ സംവിധാനത്തിലെ ഏറ്റവും നല്ല 2 ധ്രുവങ്ങൾ, അത് മാതാപിതാവെന്ന് പറയുന്ന പോലെ മക്കളും, ആ പ്രാർത്ഥനയും ആ നിലാവും ആ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും നമുക്ക് വേണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളാക്കി തന്ന റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. നമ്മളെ മക്കളെ കൊണ്ട് പരീക്ഷണം തരുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംസ്കാരമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പരീക്ഷകളിൽ അവർ ഉന്നതമായി വിജയം നേടിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും അത്യുന്നതമായ പദവിയിൽ നമ്മുടെ മക്കളെത്തുന്ന സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു സ്വർഗപൂരിതമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ പ്രബോധനത്തിനുള്ള സാഹചര്യം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. നാടിൻ്റെ നന്മയുടെ ചില ചിഹ്നങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു റബ്ബേ. ഞങ്ങളുടെ പ്രബോധനത്തിന് ഐശ്വര്യം നിറയുന്ന ഒരു നല്ല നാളെ അല്ലാഹുവേ, പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. ഭൗതികവും ദുനിയവിയുമായ ഞങ്ങളുടെ പ്രബോധന സാഹചര്യങ്ങൾ അത് നല്ല ഹൈറാക്കിയ രീതിയിൽ നീ നന്നാക്കി തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ അടുത്ത തലമുറക്കും വെളിച്ചം കിട്ടാവുന്ന ഈ സൗഭാഗ്യം നിലനിർത്തി തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ചെറിയൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇന്നത്തെ പ്രഭാഷണവുമായി ചേർത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, MSMന്റെ ഒതായി സാഗ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മോറൽ ക്ലാസ്, മദ്രസ പഠനം കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതം പഠിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 50-ാം തീയതി വരെ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളുള്ളൂ. അതുകൊണ്ട് +1, +2, ഹൈസ്കൂൾ, ഡിഗ്രി തലങ്ങളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളെ നിർബന്ധമായും ആ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കണമെന്ന് ഉണർത്തുകയാണ്. രാവിലെ കൃത്യം 10 മണി മുതൽ ആണ് ആരംഭിക്കുന്ന ക്ലാസ് 12 മണി വരെ. ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തിയ മക്കളെ വളർത്തുക നല്ല നാളേക്ക് വേണ്ടി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ സുലൈമാൻ സബാഹി അവർകൾക്കും, അതുപോലെ ഇതുവരെ നമ്മുടെ ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാ രക്ഷിതാക്കൾക്കും, ഉപ്പമാർക്കും, ഉമ്മമാർക്കും, സഹോദരി സഹോദരന്മാർക്കും അഗൈതമായ നന്ദി ഉണർത്തുന്നു. അതുപോലെ നമ്മുടെ നാളത്തെ പ്രഭാഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന വിഷയത്തിൽ നസറുദ്ദീൻ റഹ്മാനിയാണ്. എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തിച്ചേരുക. മഗ്രിബ് നമസ്കാര ശേഷം നമ്മുടെ ഡോക്യുമെൻ്ററി പ്രദർശനം ഉണ്ടായിരിക്കും ഇശാ നമസ്കാരം വരെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.